ഫിക്ഷനിൽ അഭിനയിച്ചിട്ടുണ്ട്? ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായിട്ട്? സമകാലീനം. സമകാലീനം ഞാൻ കണ്ടു. സമകാലീനം ഞാൻ കണ്ടു. ആശുപത്രിയിൽ പ്രിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതായിട്ട് അഭിനയിച്ചത്? അതിൽ നേഴ്സായിട്ട് അഭിനയിച്ചത്. എന്താ ഡയലോഗ് പറഞ്ഞ നേഴ്സായിട്ട്? ഒന്നും ഉണ്ടായില്ല. എന്താ ഏത് റോളാണ് അഭിനയിച്ചത്? അത് അതിൽ അഭിനയിച്ചൊരു സാധനം കാണിച്ചത്. ഒരു വട്ടാണ് ഭ്രാന്താണ്. അത് ഭ്രാന്ത് പരസ്പരം മന്ദിരത്തിൽ പറയുന്നത് ഒരു ഭ്രാന്തിന്റെ ആ ഒരു ഇതിൽ മൂടിലേക്ക് വന്നിട്ട് ഭ്രാന്ത് ചെയ്യുന്ന കാര്യത്തിലേക്കാണ്. കാരണം നമ്മുടെ റോഡ് വിഷയങ്ങളും കാണുന്നില്ല ഭ്രാന്തിനെ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഭ്രാന്തി ആയിരുന്നു. നിങ്ങൾ ഭ്രാന്തി ആ വട്ടാണ് ഒന്ന് കാണിച്ചത്. ഡയലോഗ് ഇഷ്ടം പോലെ അതൊന്ന് കരഞ്ഞിട്ടുണ്ട്. വട്ട് കേസിന് ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു വായി തോന്നിയതെല്ലാം പറയും. എന്താടാ നോക്കുന്നത്? ഇവനെക്കുറിച്ച് പറഞ്ഞു. എന്താടാ നോക്കുന്നത്? ഇതിന്റെ ചെലവിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഇവളുണ്ടല്ലോ അവളങ്ങ് പോയി. നീ ആരോടൊക്കെ പരസ്പരം വന്നില്ലാണ്. ഇവനെ പറ്റി ചിന്ത അവിടെ ക്യാമറ ഇവിടെ ഇവനെന്തോ ഒരു പുസ്തകം കാണിച്ചത് 5 പിന്നെ വളരെ നന്നായി കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ശണ്ട കൊടുക്കാൻ എന്താണ് നോക്കിച്ചിരിക്കുന്നത്? ഞാൻ എന്താണ് പിന്നെ കത്തിരിക്കോ വട്ട് കേസ് എപ്പോഴും ഉണ്ടാവില്ല എന്നെ നോക്കിച്ചിരിക്കുന്നേ. എന്താടാ എന്താ എനിക്ക് വെറുതെ കളിക്കാൻ വന്നാലുണ്ടല്ലോ ചിരി നോക്കടാ. ഭ്രാന്തനെ പോലെ തന്നെയുണ്ട്. ഒരു സൂപ്പർ ഞാൻ മാറ്റി എന്താ അതൊന്നും അറിയാം. അടുത്തത് പിന്നെ വന്നു ചിലപ്പോൾ അങ്ങനെ വിളിക്കും. അമ്മേ അമ്മേ അമ്മ എനിക്ക് വിശക്കുന്നു. ഞാൻ എന്താ ചെയ്യാ മോളെ? ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട നീക്ക് ഉണ്ടാക്കി തരാം. വന്ന് കയറിയപ്പോൾ എന്റെ ഭക്ഷണത്തിൽ വെച്ച് ഞാൻ അവിടുന്ന് കൊണ്ടുവരും. വിശക്കുന്നുള്ള എനിക്കും വിശക്കുന്നുണ്ട്. അച്ഛനല്ലേ കള്ളും കുടിച്ച് നടക്കുന്നു. ശേഷം കൊണ്ടുവരുന്നുള്ള ആ ഒരു സങ്കടം കഴിഞ്ഞു. ഇനി ഒരു പാസിംഗ് ഷോട്ട് അവിടെ നിന്ന് മെല്ലെ നടന്നു ഒന്ന് നടന്നു നിൽക്കട്ടോ. പറയാം നല്ലതാണ്. ഡിഗ്രി ഫസ്റ്റ്. പേര് സജന. ഏത് കോളേജിലൂടെ? പയ്യന്നൂർ ശങ്കരാചാര്യ. ഇതിനെന്താ താല്പര്യം? ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യം? കമൽ സാറിനെ വേണ്ടിട്ട് അഭിനയിക്കുന്നതാണോ? പിന്നെ കമൽ സാറിനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അഭിനയിക്കണം പറഞ്ഞ? ആ പുള്ളി ആ മഹാമനുഷ്യൻ നല്ല മനുഷ്യൻ. ആ ഒരു നിർബന്ധം ഈ അഭിനയിക്കണം ഒരു ഇതും പുള്ളിക്കില്ല. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ടി വിയിലേക്ക് കയറിയാ? പിന്നെ സിനിമയെല്ലാം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്കും ടിവിയിലെല്ലാം ഇങ്ങനെ വരാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഇനി അഥവാ ഇതിൽ നിന്ന് ഔട്ടായി പോകുന്നു എന്ത് ചെയ്യും സജന? ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചാൻസ് ഇല്ല, നിങ്ങൾ അഭിനയിക്കാൻ കൊള്ളൂല. അത്രേ ഒരു വിഷമം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടായ വിഷമം? ഞാൻ ആദ്യം വരുന്ന ഓക്കെ സെലക്ട് ചെയ്യുന്ന പറയും. അപ്പം ഭയങ്കര ഹാപ്പി. പിന്നെ ലാസ്റ്റ് വരുന്നു എൻ്റെ അടുത്തിരിക്കുന്ന ജലീൽ വരുന്ന ഇതിനെ പറ്റില്ല. ശരി പോലെ തീരെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചിരിക്കും? ഒരിക്കലുമില്ല. അത് നാച്ചുറലായിട്ട് അങ്ങനെ ചിരി വരില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വലിയ പ്രതീക്ഷയിൽ വന്നില്ല. അതൊന്ന് കാണിച്ചാൽ ഇവർ രണ്ടുപേരും മരുന്ന് വേണ്ട എടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു മുഖത്ത് സന്തോഷം തരുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. സജിന ഈ സെലക്ഷനിൽ നന്നായി പെർഫോം ചെയ്തു. നന്നായി പെർഫോം ചെയ്തു. പക്ഷേ മറ്റു രണ്ടുപേര് പറയുന്നു നിങ്ങൾ ചെയ്തത് ശരിയല്ല. അപ്പോഴെന്താണ് സജന ചെയ്യുക? ഇനി അടുത്ത എന്ത് ചെയ്യുക? ഈ ഫീൽഡ് തുടരണമെന്നുണ്ടോ അല്ല വിടണമെന്നുണ്ടോ? ഇനി റോളിലേക്ക് വരാം. ഞാൻ പറഞ്ഞ റോള്
ഓ കുശുമ്പത്തി വരുന്നുണ്ട് ഞാൻ പറയുന്നു മതി. ഓ വന്നിട്ട് പറയാനോട്. ആ പറഞ്ഞു. പിന്നെ കേക്കടാ, അപ്പുറത്തെ ഓളുണ്ടല്ലോ, ആടെ പോയിട്ട് ഓളോട് വർത്താനം പറയുന്നവരും ആ റോട്ടുമ നിന്നിട്ട് അവരെല്ലാം റോട്ടുമല്ലേ പോന്നവരെല്ലാം നോക്കുന്നു. നീ കണ്ടില്ല? ഞാൻ കണ്ടു. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് പറയാൻ വേണ്ടി വരുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു. കുറെ ആൾക്കാരോട് പറഞ്ഞു. കുറെ ആളുകൾ കണ്ടവരോടെല്ലാം എല്ലാവരും പറയുന്ന കുശുമ്പത്തിൽ പറയുന്ന സംഭവം ശരിയാണ് അല്ലേ? അങ്ങനെയൊന്നല്ല, എനിക്ക് ഞാൻ വഴി കണ്ടത് പറഞ്ഞു. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ സുശീല നല്ല കുട്ടിയല്ലേ? സുശീല അവളല്ലേ അവിടെ നിന്ന് അവരോട് വർത്താനം പറഞ്ഞോണ്ട് കൊഞ്ചി കുഴയോ റോട്ടിൽ നിന്ന്. അതെയോ? അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാലോ. അത് ശരിയാണ്. കടി കിട്ടിട്ടുണ്ടേ എപ്പോഴെങ്കിലും? അടിയൊന്നും കിട്ടിയിട്ടില്ല. അല്ലെ കുശുമ്പ് പറഞ്ഞോണ്ട് കൈ പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ 2 പെൺകുട്ടികൾ തന്നെ നമ്മുടെ കുശുമ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുന്നില്ലേ? ഇനി ഭാവയെ കാണാൻ നിന്റെ ഒന്നിച്ചിട്ട് ആരോ ഉണ്ട് ഒന്നിച്ചിട്ട് അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇനി നടത്ത ഒതില്ലല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ വിട്ടോ. ഓക്കെ മോളെ, അത് ഞാൻ പറയാം കേട്ടോ. എത്ര ക്ലാസ് പഠിക്കുന്നു? ഏത് സ്കൂളിൽ? മറ്റു മാതങ്ങൾ ഇപ്പം ഈ പോയ വട്ടേഴ്സിൻ്റെ അങ്ങനല്ല. എന്ത് ഈ അഭിനയിക്കാൻ എത്ര വലിയ താല്പര്യമുണ്ടോ? നാടകത്തിലെ ഏതെങ്കിലും ചെയ്തിരുന്നോ? എന്തെങ്കിലും റോൾ ചെയ്തിരുന്നോ? ചെയ്തില്ല. ക്ലാസ്സിലും വീട്ടിലും നിന്ന് അത്യാവശ്യം പിന്നെ ആക്ട് ചെയ്യും അല്ലേ? ഈ പിന്നെ ക്ലാസ്സിൽ ഏറ്റവും പാവമുള്ള മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന റോള് പക്ഷെ അച്ഛൻ ഭയങ്കര പിശുക്കനാണ്. 10 പൈസ നിങ്ങൾക്ക് തരില്ല. അത് അമ്മേനോട് പോയിട്ട് ആ സങ്കടം പറയരുത്. എല്ലാ കുട്ടികളും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. എല്ലാ കുട്ടികളും നന്നായിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് മാത്രം എൻ്റെ അമ്മ ഇങ്ങനെ. ഞാൻ അമ്മയാണ്. അതൊന്ന് പറഞ്ഞു. എന്താ മോനെ നിന്റെ മുഖമല്ലാതെ ഇരിക്കുന്നു? പൈസ തരുന്നില്ല. എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ല കുപ്പായിട്ടിട്ട് വരുന്നു. എനിക്കൊന്നുമില്ല. അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ടല്ല മോനെ പൈസ തരാത്തത്. എനിക്ക് സൈക്കിളും വാങ്ങി തരണം. എല്ലാവർക്കും സൈക്കിൾ ഉണ്ട്. അവരെല്ലാം സൈക്കിൾ എടുത്തിട്ട് സ്കൂളിലേക്ക് വരും. സൈക്കിൾ ഞാൻ വാങ്ങി തന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം തരുന്നു. ഞാൻ വാങ്ങി തന്നു. അച്ഛൻ വാങ്ങി തന്നു. അന്നേരം എന്തായാലും സന്തോഷം തരുന്നു. സൈക്കിൾ കിട്ടുമ്പോഴും സന്തോഷം. ഒന്ന് കാണിക്കാം. കൈവേക്ക് നോക്കും. കാണിക്കാം. സന്തോഷം. പിന്നെ മറ്റേ ചങ്ങനോട് അവരോട് പറയുന്നു. സൈക്കിൾ കിട്ടിയ കാര്യം അവളോട് പറയുന്നു. പറഞ്ഞു ഞാൻ എത്ര കാലമായി. സൈക്കിൾ കേട്ടോടാ, നിന്റെ സൈക്കിളിനെ കാട്ടി നല്ല സൈക്കിളാ. എന്റെ പുതിയ സൈക്കിൾ എന്റെ അച്ഛൻ വാങ്ങി തന്ന സൈക്കിളാ. നിന്റെ സൈക്കിൾ എന്താ കാറ്റടിച്ച? നിന്റെ സൈക്കിൾ പഴയ സൈക്കിളാ. എന്റെ പുതിയ സൈക്കിളാ. കാറ്റടിച്ചാലല്ലേ നിന്റെ സൈക്കിൾ ഓടും? നിന്റെ കാറ്റടിക്കാൻ കൂടി കേറാത്ത സൈക്കിള്. എന്റെ സൈക്കിൾ നോക്കിടാ. അവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് നടന്നു. സാധാരണ നടക്കുന്നതാണ്. ഈ പയ്യെ സംസാരിച്ചുകൊണ്ട് പോയി കുട്ടികൾ. ഇല്ല ഒന്നുകൂടെ കറക്റ്റ് ശരിക്കും നടന്നു. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കുന്നു? വിവേകാനന്ദ പുത്തൂർ. ഇതിനു മുമ്പ് എന്തെങ്കിലും നാടകം സ്കൂളിൽ ചെയ്തു. ഏത് റോളാണ് ചെയ്യുന്നത്? സ്റ്റുഡൻറ്. ഏത് സ്റ്റുഡൻ്റ് ആയിട്ടാണ്? നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ല. അതല്ല സന്തോഷ്. എന്താ ചെയ്ത റോളൊന്ന് കാണിച്ചത്? നിങ്ങൾ എന്താ റോൾ ചെയ്തത്? കാണിച്ചോ. സന്തോഷ് പഠിക്കും. ഷാജികുമാറില്ലേ? ഷാജികുമാർ ഇന്ന് ചെയ്ത് കാണിച്ചത് അതിൽ ചെയ്ത രംഗം ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ എന്താ ചെയ്യുന്നത്? അതെ അത് മതി. ഞാൻ ചോദിക്കാൻ എന്താ ചോദിക്കേണ്ടത്? ചോദിക്കാൻ എന്താ ചോദിക്കേണ്ടത്? എന്തായാലും സിറ്റുവേഷൻ സിലബസ്. DPP കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? DPP നല്ലൊരു പാഠ്യപദ്ധതിയാണ്. നല്ലൊരു പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടികളെ വെറും ക്ലാസ് മുറിയിൽ മാത്രം ഇരിക്കുന്നതല്ല, പുറത്ത് പ്രകൃതിയുമായി കൂടുതൽ അടുപ്പം വരുത്തുന്ന ഒരു രീതിയിലുള്ള ക്ലാസ്സാണ്. പിന്നെ അധ്യാപകർ കൂടുതൽ അടുത്ത് സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നു.
അതില്ല. അതുകൊണ്ട് ഒരു 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 പെൺകുട്ടി കുറച്ച് മുതിർത്ത പെൺകുട്ടി ഉണ്ടോ? അത് 2 കസാല എടുത്തിട്ട് അവിടെ ഇരുന്നു. ഒരു കസാല അവിടെ നിങ്ങളെ മനസ്സിൽ രണ്ടാളെ മനസ്സിൽ കുറച്ച് നേരത്തേക്കെങ്കിലും കാമുകികാമന്മാരായിരിക്കണം. കാരണം മസിൽ പിടിച്ചിട്ട് നീയും വേറെ നീ നിന്നാലും ശരിയാവില്ല. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് മാത്രം പിന്നെ തുടർന്ന് പോകണമെന്നില്ല. ആ സമയത്തേക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കുന്നവരെ കാമുകികാമന്മാർ അവൻ നോക്കുന്നതും പെരുമാറുന്നതും നീയും അങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നത് ഒരു കുറേ വർഷത്തെ പരിചയമുള്ള മതി. ചിലപ്പോൾ ഇവിടുന്ന് കണ്ട് പരിചയപ്പെട്ടായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ആക്ഷൻ മീൻസ് ചെയ്യാനല്ല, ആക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് നിൽക്കുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ചെയ്തോളാം. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ സംസാരിച്ചോ? അതിന് മുമ്പ് എന്തെങ്കിലും കോളേജിലെ കാര്യമോ ഞാൻ ഇന്നലെ കുറേ നേരം കാണുന്നില്ല മൊബൈൽ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ച് എന്തെങ്കിലും പറഞ്ഞു? നീ ഇങ്ങനെ അറിയാത്ത മാതിരിയൊക്കെ നീ ഇതുവരെ ജീവിതത്തിൽ പെണ്ണിനെ കാണാത്ത മാതിരി അതിന് നിൽക്കുന്നത് നീ അങ്ങനെ അരിച്ചത്തണ്ട. അതിന് കാണുവാൻ തോന്നുന്നുണ്ട് നീ ഏകദേശം പിന്നെ ഒരു പൂവല്ലാന്ന്. ഓക്കെ, ഇനി അത് തരും. കഴിച്ച് ബില്ല് വരുന്നു. അവിടെയാണ് ട്രാജഡി വരുന്നത്. നീ ബില്ല് വാങ്ങിക്കുന്ന ആ ഒരു ചമ്മിപ്പിൽ ഇങ്ങനെ വലിക്കും. എന്നാലും പറയണോ എൻ്റെ ഉപ്പ മരിക്കട്ടെ? എനിക്കറിയാം 5 രൂപയുടെ ഐസ്ക്രീമിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഉപ്പ മരിക്കത്തില്ല, നീ ഐസ്ക്രീമിന് പൈസ കൊടുക്കില്ല. ഓക്കെ ഓക്കെ ഗുഡ്. അതെയോ? ആൽബാണോ? ഏത് ചാനലിലേക്ക്? അവിടെ എത്ര ആൽബം ചെയ്തു? ആൽബം സംവിധാനമാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് തരുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ 10 പൈസ തരാത്ത ഭയങ്കരമായിട്ടുള്ള ഒരു മനുഷ്യനെ നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. അപ്പോൾ ആൽബമല്ല, ഇതൊരു സിറ്റുവേഷൻ തരുന്നു. ഞാനാണ് ആ ഉപ്പ. അപ്പോൾ യാതൊന്നും വൃത്തിയിലുണ്ട് ഉപ്പാനെ കീശയിൽ പൈസ എടുക്കുന്നു പറയും. പൈസ കട്ടും. അപ്പോൾ അത് ഞാൻ ഉപ്പ അറിഞ്ഞു. ആ ഉപ്പയും മോനും തമ്മിലുള്ള സംഘർഷമാണ് ഞാൻ ഒന്ന് ഹാപ്പി ആയിട്ടുള്ള ഒരു ഇത് കാണിച്ച ആക്ഷൻ. വളരെ സന്തോഷം. ഉപ്പ അറിഞ്ഞിട്ടില്ല. അല്ല, അതല്ല, ഇത് ലാസ്റ്റ് ഉള്ളത് ഒരു എക്സ്പ്രഷൻ കാണിച്ചത് ഒരു ഹാപ്പി ആയിട്ടുള്ളത്. അല്ല, അതല്ല, അതിന് മുമ്പുള്ള കുറച്ച് ഭാവങ്ങൾ കിട്ടാൻ പറ്റില്ല, എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക്. പിന്നെ ഉപ്പ കല്യാണത്തിന് പോയിട്ടില്ലേ? കല്യാണത്തിന് കാരണവർ വരുമെന്ന് പറഞ്ഞു. പിന്നെ റസിയാനെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അയാളുണ്ടല്ലോ പ്രായമുള്ള അയാൾ മരിച്ചു. അത് റസാക്ക് പറയുന്നിട്ട് മരിച്ചു. ഞാനിവിടെ പുറത്താണ്. മരിച്ചുപോയി എന്നൊരു വിവരം കിട്ടുമ്പോണ്ടാകുന്ന ഫീലിംഗ്. നിങ്ങൾ അടുത്ത ആളാണ്, പെട്ടെന്ന് നിങ്ങൾ അറിയുന്നത്. അതൊന്ന് കാണിച്ചു. റസാക്ക് മരിച്ചത് അറിയാൻ കുറച്ച് വൈകിന് ഞാൻ. അപ്പോൾ ഞാൻ എയർപോർട്ടിലുണ്ടായത്. അപ്പോൾ എനിക്ക് വണ്ടിയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. എങ്ങനെ എത്തേണ്ടത് എനിക്കൊരു കൊടുത്തുമില്ല. നമ്പറാണെങ്കിൽ അങ്ങനെ ഇതും കൂടി പറയുന്നത് നിങ്ങൾ നാച്ചുറലായിട്ട് നമ്മൾ ഫീൽ ചെയ്ത്. എന്നാലും ഞാൻ ഒരിക്കലും അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്താളായിട്ട് ഇത് നീ അറിയില്ലേ, നമ്മൾ ഇയാളെ മരിച്ചു കേട്ടാ. നമ്മൾ വീട്ടിനപ്പുറത്തെ ലാജിക്കില്ലേ, അത് പെട്ടെന്ന് ഇന്നലെ രാത്രി മരിച്ചു. ഇന്നലെ രാത്രി മരിച്ചത്. ഒരു നെഞ്ഞ് വേറെ വീട്ടിൽ ഒരു ഡോക്ടറെ അടുത്തുള്ളൂ, കഴിഞ്ഞു. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അയാളെ മോൻക്ക് എന്നെ വിളിച്ചോടായിരുന്നു. നല്ല ചങ്ങായി. പെട്ടെന്ന് ദിവസം ആരെയും വിളിച്ചു പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ എന്തായാലും വരില്ലേ. അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയില്ല. വരണം എന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഉപ്പാൻ്റെ കൂടെ ലക്ഷക്കാരൻ നടന്നതാണ്. ഒരു കാര്യം പിന്നെ അതിനെ പിന്നെ പറയേണ്ടത്,
നിനക്ക് പൈസ ആവശ്യമുണ്ടെങ്കിലേ നീ എന്നോട് ചോദിക്കാം. കീശ ചെയ്ത് കക്കുന്നത് തല്ലിപ്പൊളി പണി കള്ളന്റെ പണിയല്ലേ നീ എടുത്തത്? നീ എന്റെ മോനാടാ. നീ എങ്ങനെ പൈസ എടുക്കല്? നീ എന്നോട് ചോദിക്കാതെ എങ്ങനെ പൈസ എടുക്കല്? പൈസ ഇല്ലാതെ എന്റെ കീശ ചെയ്ത് പൈസ എടുത്തിട്ടാണ് എടുക്കല്. കക്കലല്ലത്, കള്ളല്ലത്. നിന്നെ ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇല്ലാത്തോണ്ട് അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിക്കണം. അവിടെ കീശ ചെയ്ത് കക്കലല്ല. ഇതെന്നെ നീ ഗുണം പിടിക്കാത്തത്? നീ ഇതുകൊണ്ട് തന്നെ ഗുണം പിടിക്കാത്തത്? എങ്ങനെ ഇല്ലാത്തോണ്ട് എടുക്കല്? ഞാനിന്ന് രാവിലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് കീശയിൽ പൈസ ഇല്ലാതെ. അപ്പോഴാണ് റജുല പറഞ്ഞത് നീ പൈസ എടുത്തിട്ടുണ്ട്. ഉമ്മ തരാൻ പറ്റും. ഉമ്മനോടല്ലോ ചോദിക്കേണ്ടത്. പൈസക്ക് ആവശ്യം നീ എന്നോട് ചോദിക്കാം. നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് ഇതൊന്നും ഓക്കെ ഒന്ന് നടന്നു സാധാരണ സ്പീഡായിട്ട് ഓക്കെ ചെയ്യാൻ നമ്പർ കൊടുക്കുന്നല്ലോ. അറിയാം ഒരു ഡാൻസ് കളിച്ചാൽ പാട്ട് അയാൾ പാടും. കന്നഡ പാട്ട് പാടും. ഏത് പാട്ടുണ്ട്? ഏത് പാട്ടാണ് ഇഷ്ടം നമുക്ക്? ഏത് പാട്ട് പാടണം? ഏത് പാട്ടിലാണ് ഡാൻസ് കളിക്കല്? അറിയോ? അന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് പാട്ടറിയില്ല. പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കാം. എന്തൊക്കെ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് ആരാ പാട്ട് പാടുന്ന ആൾക്കാരുള്ള ഒന്ന് ട്യൂൺ ഇട്ട് ചെറിയൊരു രണ്ടുപേരും കുട്ടിക്കൊന്ന് അവിടെ ചിരി വീട്ടിൽ നിൽക്കാൻ മറന്നു. ഈ പാട്ട് പാടുന്നു. അടിപൊളി പാട്ട്. ഈ പാട്ട് പാടുന്നാണോ ഡാൻസ്? നമ്മൾ താഴെ കൊടുക്കും. എല്ലാവർക്കും ഒന്ന് കൈയടിച്ചത് കേട്ടോ. മതി. ഓക്കെ. അത് ഡാൻസ് കളിക്കാൻ പറ്റുമോ ആ പാട്ടിന്? ഉണ്ടോ പാട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യും. എന്തോ ചെറിയൊരു 2 വരി. ഡോക്ടർ ഇത് 9 നമ്പർ. മരിയ 9 അല്ലേ നമ്പർ? നമ്പർ 9 കറക്റ്റല്ല. 10 അല്ലേ? 5 പേരെ കറക്റ്റ്. 6 സനിയല്ലേ? അതില്ലേ? ഓക്കെ കട്ട്. സാധാരണ സ്കൂളിൽ കൊണ്ടുപോയാൽ ഭക്ഷണമെല്ലാം ബാക്കിയാക്കിയിട്ട് കൊണ്ടുവരത്തില്ലേ? അപ്പോൾ ഒരു ദിവസം ഇതേ അമ്മ ചോദിച്ചു എന്തിനാണ് നീ ഭക്ഷണം കഴിക്കാണ്ട് കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കും. ഞാൻ അമ്മയെന്ന് അമ്മ ചോദിക്കുന്നു. അമ്മ മോൾ അതിനോട് മറുപടി വരണം. സ്കൂൾ വിട്ട് വരുന്നു. മനസ്സിൽ കണ്ടോ കേട്ടോ? സ്കൂളിൽ വിട്ട് വരുന്നതാണ്. ഇന്നും നീ ഭക്ഷണം കഴിക്കാണ്ട കൊണ്ടുവന്ന് കൊണ്ടുപോയ സാധനം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നു അല്ലേ? എന്താ ഭക്ഷണം കഴിക്കാത്തത്? വിശപ്പില്ലാതെ എങ്ങനെ? രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോയതല്ലേ? പിന്നെന്താ ഭക്ഷണം കഴിക്കാഞ്ഞ്? വിശക്കാത്തതാണോ ഭക്ഷണം കഴിക്കാത്തത്? നാളെയും ഭക്ഷണം കഴിക്കില്ല. നാളെ അങ്ങനെ കൊണ്ടുപോകണ്ട. അതിൽ ഭക്ഷണം കൊണ്ടുപോകണ്ട. മറ്റുള്ള കുട്ടികളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്ത്? ഒന്നും കഴിച്ചില്ല. കുടിക്കാൻ വെള്ളം പോലും കഴിച്ചില്ല. വെള്ളം കുടിച്ചു. ആ അപ്പോൾ നാളെ ഭക്ഷണം കൊണ്ടുപോയി മുഴുവൻ കഴിച്ചിട്ട് വരാം.
ഓക്കെ ഓക്കെ നമ്മൾ നടന്ന വന്ന് ഇങ്ങോട്ട് നടന്ന് ഉറപ്പില്ല, ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, സാധാരണ നടക്കുന്നവർക്ക് വീട്ടിലേക്ക് വന്നു, സ്കൂളിൽ പിന്നെ വീട്ടിലേക്ക് വരുന്നത് നടന്നു വന്നോ? ഓക്കെ ഓക്കെ അതുകൊണ്ട് ശരി. നെക്സ്റ്റ് ആരാന്ന്? ജയറാം എവിടെയാണ്? കണ്ണൂർ ജില്ല തന്നെ കൊട്ടിയൂരെന്നാണ്. കൊട്ടിയൂർ. ഞാൻ 2 സീരിയലിൽ തോറ്റത്തായിരുന്നു. ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്തു, പക്ഷേ അത് റിലീസായി. സിനിമയിൽ ജോൺ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചെയ്ത നഗരക്കാഴ്ചകൾ എന്ന് പറഞ്ഞു, സിദ്ദിഖ് സാറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കംപ്ലീറ്റ് ആയി. അതൊരു 80% ആയെന്നാണ് എൻ്റെ അറിവ്. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. അങ്ങനെ അതൊക്കെ പോയി. ഇപ്പം എനിക്ക് ആ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കൂട്ടി വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു വേറെ അവിടെ ചെയ്യുന്നുണ്ട്. നിസാർ സാറിൻ്റെ നമ്മുടെ കൈരളി ചാനലൊക്കെ തുടങ്ങിയ കാലത്ത് ഒരു 5 ഡയറക്ടർമാർ 5 സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചാനലിൽ, അതിൽ കൈരളി ചാനലിൽ വന്ന 3-ാം തലവരാന്നൊരു സീരിയലിലാണ് ഞാൻ എൻ്റെ അഭിനയിച്ചത്. പിന്നെ സമവാക്യം കണ്ണൂർ അരവിന്ദ് ഇതില് തരുന്നവര് ജയറാമിന് തരുന്നത് എന്താ അറിയോ? ഞാൻ പെട്ടെന്ന് മാറ്റിട്ട് ജയറാമിന് തരുന്ന പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ജയിലിൽ കിടന്ന് കൂടി ശിക്ഷയാക്കാൻ പറ്റും. എന്താ അച്ഛാ, നമ്മുടെ മൈമുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ല അച്ഛാ. നീ ആണാടാ, നിനക്ക് നാണില്ല നീ എന്റെ മൊത്തം കുട്ടി സംസാരിക്കാൻ വേണ്ടിട്ട്? അല്ല അച്ഛാ, എന്നാലും ഒരു കുട്ടിയില്ല അച്ഛാ. എവിടെ എനക്കും കുട്ടി, എന്റെ കുട്ടിയാണല്ലോ നീ. നിനക്കുള്ള കുട്ടിയുള്ള പോലെ നിനക്ക് നിന്റെ കുട്ടിയുള്ള പോലെ തന്നെ എനിക്ക് നീ ഒരു കുട്ടിയല്ലേ. നീ ഒരു ആണായിട്ട് അവിടെ വന്ന് അവിടെ ഇത്രയും വഴക്കുണ്ടാക്കി അവിടെ പോയിട്ട് അവിടെ കൂട്ടാൻ വേണ്ടി പോകാൻ നീ എന്നോട് സംബന്ധിച്ച് എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? അച്ഛാ കഴിഞ്ഞില്ല അച്ഛാ. എന്നാലും ഓടും മോനും കൂടെ അങ്ങോട്ട് പോന്നോട്ടെ എന്നൊരു വിട്ടുവീഴ്ച. പോകുന്ന അവിടെ ചിന്തിക്കട്ടല്ലേ? ഇതുവരെ ചിന്തിച്ചില്ലല്ലോ. പൈസന്റെ പത്രാസല്ലേ കാണിച്ചത്? എന്തായാലും അച്ഛൻ നീ മുന്നോട്ട് ജീവിക്കാനുള്ളതല്ലേ. അവരില്ലാണ്ട് നീ ഒരു കാര്യം, നീ അവിടെ കൂട്ടിക്കൊണ്ടൊരു ഈ പുരന്റെ അകത്ത് അതിനെ കയറ്റില്ല. നീ എവിടെ കൂട്ടിക്കൊണ്ടാലും തിരക്കല്ല, ഈ വീട്ടിന്റെ അകത്ത് ഞാൻ അതിനെ കയറ്റില്ല. അച്ഛൻ ചെയ്യോ? നീ തൂങ്ങിച്ചായി വിഷം കഴിച്ച് മരിക്കണോ? എന്റെ അഭിമാനം എനിക്ക് പ്രശ്നം. നീക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഉപ്പാന്നുള്ളതിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്നോട് കാണിക്കേണ്ടത്. മരിക്കാൻ പേടിയാ. അവര് വേണം ഇപ്പൊ ഒന്ന് ശ്രമിച്ചൂടെ? ചെയ്തിട്ടില്ല. ഓ, നീ ആൾ കാണുന്ന പോലെ ഒന്നല്ലല്ലോ. 2 നാടകം എന്ത് ചെയ്തേ? ഡോക്യുമെന്റ് എന്ത് ചെയ്തേ? ഡോക്യുമെന്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ പേര് എനിക്കറിയില്ലേ? അന്യത്തിൽ ജയിലുണ്ടായിരുന്നല്ലോ. അന്യമാര് ദീപേഷില്ലേ? ഇവർ 2 പേരുണ്ടല്ലോ ക്യാമറയായിട്ട്. അതിൽ ഏതാ ഇയാൾ ക്യാമറ ബാക്കിൽ ഇങ്ങനെ ചാവപ്പര പോയാൽ നിൽക്കുന്നതാണ്. ക്യാമറ മുമ്പിൽ വന്നിരുന്നോ? അതെ, ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ അന്യത്തിൽ അഭിനയിച്ചാണത്. മനസ്സിലായി വെച്ചിട്ട് ഓടി വന്നിട്ട് ശരിക്കോന്ന് പറയുകയത് അല്ലേ? ഒരു കാര്യം ചെയ്ത് ഞാൻ ചെയ്ത രംഗം കാണിച്ചു. എന്താ ചെയ്തത്? തോണി കടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല അതല്ല, മറ്റേ തോണിയിൽ കടന്ന് അവന് എന്തെങ്കിലും അതിലുള്ള ചെറിയൊരു കാണിച്ചത്. ദീപേഷിന്റെ കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ക്യാമറ ആവശ്യമില്ല. എനിക്കറിയില്ല, അന്യം ഞാൻ കണ്ടിട്ടില്ല. തല മൊട്ടടിച്ചു അല്ലേ? പാത്രമാണോ? പാത്രം ഇട്ട് കാണിക്ക. നീ പേടിച്ചിട്ട് പറയാനല്ലല്ലോ ഇതിന്റെ. ജയറാം പോയാ? ജയറാമിന്റെ നമ്പർ ബില്ലടിച്ചു.
അമ്മ ഏതാവത് താങ്കോ എന്തെങ്കിലും താങ്കോ അമ്മ ഇവിടെ താമ്പാ ഞാൻ ഒന്നും തിന്നിട്ടാങ്കേ രാവിലെ വീടൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി കക്കം വരുന്നല്ലോ. അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഇല്ല സാങ്കേ എന്തെങ്കിലും താങ്ങപ്പാ പ്ലീസ്. ഇവിടെ പാട്ട വർക്കിട്ട് മറ്റേ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നല്ലേ? അല്ലപ്പാ എനിക്ക് എന്തെങ്കിലും തിന്നാപ്പാ എന്തെങ്കിലും താപ്പാ. ഓക്കെ ഡാൻസ് അറിയോ? ഡാൻസ് അറിയോ? ഈ പറഞ്ഞ ഇവൻ ചെയ്ത നെജിൽ ചെയ്ത അതേ അത് എനിക്ക് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല ഇരിക്കുന്നല്ല, ഈ ബെല്ലടിച്ച് കോളിംഗ് ബെല്ലടിച്ചിട്ട് താങ്കേന്നെല്ലാം പറഞ്ഞില്ലേ, അത് ചെയ്യാൻ പറ്റോ? ചെയ്യാൻ പറ്റോ? പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ പ്രാവശ്യം അമ്മനോട് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും സാധനം ഒരു പെൻസിലോ എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മ വാങ്ങി തരുന്നില്ല. ഈ ഷാർട്ടും പിടിച്ചിട്ട് അമ്മനോട് പറയും ഒക്കെ വാങ്ങിത്തരണം. ഞാൻ അമ്മ ഇങ്ങോട്ട് വാങ്ങി തന്നെ ആ പെൻസിൽ എന്ത് ചെയ്തു? നമ്മളോട് വേണം മനപൊട്ടിയാ തീർന്നു പോകും. ചിരിക്കല്ല, ചിരിച്ചിട്ടാ പറയാ. നീ അമ്മനോട് പറയുന്നത് എങ്ങനെയാണ്? നിന്റെ ആവശ്യമാണ് പെൻസിൽ വേണം. അമ്മനോട് എങ്ങനെ പറയാം? ചിരിച്ചിട്ടാ പറയാ? മനപൊട്ടി തീർന്നതെന്ന് പറയോ? പറ, നീ എന്തിനാ വന്നത്? എനിക്കെന്താ വേണ്ടത്? കറക്റ്റായിട്ട് പറ. എങ്ങനെ പറയാ? ഒന്ന് കരഞ്ഞ കരയാറില്ല. ഞാൻ അവിടെ നിങ്ങൾ നടന്നിട്ട് വന്നു. നടന്നോ? നടന്നു പോയിക്കോ. ഓക്കെ, പേരെന്ന് പറയുന്നത് അടിയേരി ഉണ്ടാ ഉണ്ടോ? എന്താ അടി കഴിഞ്ഞു? എന്തിനാ അടിയത്? എന്താണ് എന്റെ മനസ്സിലുണ്ടാ? എന്തിനാ അടിയത്? അവൻ ദേഷ്യം പിടിച്ച് പറഞ്ഞ ഡാൻസ് അറിയോ? ഏത് ഡാൻസ് അറിയോ? കൈതാത്ത് ഏത് ഡാൻസ്? ഏത് ഡാൻസ് അറിയാം? പേടിക്കണ്ടി വരുന്നു നോക്ക്. നമ്മളെ എല്ലാം ഇരിക്കുന്ന പേടിയുണ്ടാ? പേടിയുണ്ടാ? ഇവിടെ മാറ്റണം. മരുഭൂമി പോയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. കാരണം മരുഭൂമിയിൽ ആരും ഉണ്ടാവില്ലല്ലോ. എന്താ സംശയം? ഒരു സംശയം എന്തെങ്കിലും സംശയം കാരണം ക്ലാസ്സിൽ ചോദിക്കുന്നില്ല. സംശയം ഉണ്ടാവില്ല ക്ലാസ്സിൽ? ചോദിക്കുന്നില്ല. കുറച്ചുകൂടി മാഷ് ഡോക്ടർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കണം. ഡോക്ടർ പഠിപ്പിച്ചു തരും. കുട്ടികൾ ഇതേമാതിരി ബേബി ശാലിനി സർവിഷെല്ലാം കളിക്കുന്നുണ്ടിരുന്നോ? ഈ പ്രായത്തിൽ ഒക്കെ നോക്കി വെക്കണം. ഓക്കെ, ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കും. പ്ലസ് ടു പഠിക്കും. എവിടെ പഠിക്കുന്നു? വായിട്ടുണ്ട്. ആലക്കോട്. തെളിപ്പുണ്ട്. ഇതിനു മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഇല്ല, ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ജോയിൻ ചെയ്തിട്ട്. അതെയാ? വരാൻ പറ്റുന്നത് കാരണം പ്ലസ് ടുവിൻ്റെ ക്ലാസ് ഉണ്ട്. ഇത് താല്പര്യമുണ്ടല്ലേ? താല്പര്യമുണ്ട്. അന്നേരം ഈ സെക്കൻഡ് സാർട്ട് ഒരു ഒഴിവ് തരില്ല. അന്നേരം ഞാൻ ഞായറാഴ്ച വേദപാഠം കട്ടിയത് ചില ദിവസങ്ങളൊക്കെ എല്ലാ ദിവസം വന്നു കഴിഞ്ഞാൽ പരീക്ഷ എനിക്കല്ല. അന്നേരം ചില ദിവസം കട്ട് ചെയ്ത് തരും. അങ്ങനെ ഇങ്ങനെ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്ന് പെർഫോം ചെയ്തപ്പോൾ ഇന്ന് വിളിച്ചു. ഇതിന് മുമ്പ് സ്റ്റേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ? സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ കുറച്ച് ചെറിയ റോള്, പിന്നെ സ്വന്തമായിട്ട് ഈ കോമഡി പരിപാടികളൊക്കെ. ഒരു കോമഡി കാണിച്ചത് 2 പരിപാടി. അശ്വമേധം പരിപാടിയിലാണ്. ഏവർക്കും അശ്വമേധം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന ചാലപ്പുഴയിൽ നിന്ന് രാജപ്പനാണ്. രാജപ്പനെ നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കാം. രാജപ്പൻ, പ്ലീസ് കം. താങ്കൾ ഈ പരിപാടി കാണാറുണ്ടോ? ഉണ്ട്. എന്താണ് താങ്കൾക്ക് ഈ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ ബോറാണ് അഭിപ്രായം. ഓക്കെ, പരിപാടിയുടെ കഥമൊക്കെ അറിയാലോ. ഒരാളെ മനസ്സ് വിചാരിച്ചു എങ്കിൽ ആ കേരളീയൻ, യെസ്, ഭാരതീയൻ, ഏഷ്യ ഭൂഖണ്ഡക്കാരൻ, ഏഷ്യ കണ്ടം,
ഞാറ് വയൽ കണ്ടഞ്ഞാറ് വയലുമല്ല ഏഷ്യ ഭൂഖണ്ഡത്തിൽപ്പെട്ട ആളാണോ? അതെ. പത്മശ്രീ ആയിട്ട് എന്തെങ്കിലും എടുപ്പം ഇല്ല. കരുണാകരനോട് പത്മജിയായിട്ട് ചെറിയൊരു യെസ്. താങ്കൾ ഉദ്ദേശിച്ച വ്യക്തിയുടെ പേര് തുടങ്ങുന്നത് മായിലാണോ? അതെ. അതിൽ മൂ എന്നൊരു അക്ഷരമുണ്ടോ? ഉണ്ട്. അതിൽ ലാസ്റ്റത്തെ അക്ഷരം ടി ആണോ? അതെ. താങ്കൾ വിചാരിച്ച വ്യക്തി എന്റെ മനസ്സിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച് മട്ടിമു അല്ലേ? സാർ ഇവിടെ ഇരിക്കുന്ന കാക്കിരി പിക്കിരി പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വിചാരിച്ചു ഇവിടെ നോക്കിയോ, ഇവിടെ ഇവിടെ വിചാരിക്കുന്ന കാക്കിരി പിക്കിരി പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ വിചാരിക്കുന്ന നോക്കിയിരിക്കുന്ന കാക്കിരി പിള്ളേരോട് ചോദിച്ചറിയാം. ഞാൻ വിചാരിച്ച മട്ടിമു വന്ന് അല്ല മമ്മൂട്ടിയാണ് എന്ന്. ഞാൻ സാറിന് ഭ്രാന്തൻ ചോദ്യങ്ങളിലും കേട്ട് എനിക്ക് തലവേദന എടുക്കും. ഞാൻ വീട്ടിൽ പോവാം. താൻ പോകല്ലേ? എനിക്ക് സാധാരണ തലവേദന വന്നാൽ ഞാൻ ചെയ്യാറുള്ളത് നേരെ ഒരു ലെക്സ് സോപ്പ് ഇട്ട് കുളിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ നീണ്ടു നിവർന്ന് കിടക്കും. അത് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ വന്ന് അമർത്താൻ നെറ്റിയെ തടവും. അതെ ഞാനിങ്ങനെ എന്നോട് ആരോ ഒരാളിങ്ങനെ പറഞ്ഞു. എനിക്ക് കേട്ടിട്ടുണ്ട് ആളെ കുറച്ചും നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. എനിക്ക് ഉറപ്പുള്ളത് നീ സ്വന്തമായിട്ട് തൊഴിലില്ലേ? അത് ഇന്നത്തെ ലോകത്ത് ഒരു ഇന്നത്തെ ലോകത്ത് അതൊരു കാര്യമല്ല. നമുക്കുണ്ടാകുന്ന നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതിയിലും മതത്തിലും ഒന്നും ചേർക്കണ്ട. കഴിവില്ലാത്തത് ഐസ്ക്രീമിന്റെ പൈസ കൊടുത്താൽ മാത്രമാകില്ല. അത് തങ്ങൾ സ്നേഹം നൽകുന്നത് എങ്ങനെയാണോ അങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയും. ഡാൻസ് കൂടാതെ പിന്നെ ഈ ആക്ടിവിറ്റി ആക്ടിങ് ചെയ്യണമെന്നില്ല. ആക്ടിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നിങ്ങളെ മനസ്സിലുണ്ടായിരുന്ന എന്താണ് ആക്ടിങ്? നിങ്ങളെന്താ ഒരു തരം റെസ്റ്റ്ലെസ് ആണ്, ഡാൻസറെ ഉണ്ടാവും. ഒരു ക്യാമറയിൽ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആ നിന്ന പൊസിഷൻ തന്നെ നിൽക്കണം, പിന്നെ ആടി കളിക്കും. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയുമ്പോഴും നിങ്ങളിപ്പോൾ പുള്ളി ബുദ്ധിമുട്ടും നിങ്ങളെ നിങ്ങളുടെ മൂവ്മെന്റ് അനുസരിച്ച് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഒന്നും നിന്ന് കഴിഞ്ഞാൽ ആ നിന്നിടത്തായിരിക്കണം. നിന്ന് സംസാരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ, മമ്മി, പിന്നെ ചേട്ടായി ഹൈദരാബാദ് പഠിക്കും. അതെ, പപ്പ എന്ത് ചെയ്യുന്നു? വീട്ടിൽ റബ്ബറിൻ്റെ ടാപ്പിംഗ് ഒക്കെ ആയിരുന്നു. അഞ്ചിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഉണ്ടോ? ചേട്ടായി. ചേട്ടായി രണ്ടുപേരുണ്ടോ? എന്താ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ ആക്ടിങ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അല്ലാതെ വെറും ഹോബിയായിട്ട് എടുക്കുന്നതാണോ? സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ചെറിയൊരു പേടിയുണ്ട്. എന്താണ്? ആ മുഖത്ത് കാണുന്നില്ലല്ലോ പേടി. അങ്ങനെയല്ല, ഇപ്പോൾ ഇതിന് കിട്ടുന്ന പേടിയാണ്. മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഞാൻ തരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പോയി, അതായത് നമ്മൾ എന്താ പറയുക, പിന്നെ ഒരാൾ ഇന്ത്യ വിട്ട് വേറെ സ്ഥലത്ത് പോയി, പക്ഷെ അയാൾ മരണമായത് അവിടെ വെച്ച് മരിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ച വിവരം അറിയുന്നുണ്ടായിരുന്നു ആ ഫീലിംഗ് എങ്ങനെയായിരുന്നു. ഞാൻ പറയും അങ്ങനെ നിൻ്റെ ഫാദർ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം ഫാദർ മരിച്ചു പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ പറയാം പെട്ടെന്ന് ഫോൺ വാങ്ങി ഫാദർ മരിച്ചു പോയി
എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞതിൽ എന്നോട് എങ്ങനെയാണ് തുറന്ന് പറയണമെന്ന് എനിക്ക് കേൾക്കാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി തോന്നുന്നു എന്നെ ആരും വിളിച്ചില്ല. പക്ഷെ പറയുന്നതിൻ്റെ എൻ്റെ ഫാദറെ കാര്യം എന്നോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ വന്നത്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനോട് ഞാൻ കുറേ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ. അച്ഛനോട് പറഞ്ഞിരുന്നു ഇനി മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കരുതെന്നൊക്കെ. ഞാൻ അച്ഛനെ ധിക്കരിച്ചു. ഇനി ഞാൻ എൻ്റെ കാമുകയാണ് ഫോൺ ചെയ്തപ്പോൾ കിട്ടിയില്ലെന്നോ അല്ല എന്തെങ്കിലും ഒരു കാരണം അതൊന്നും ഉണ്ടായിക്കോളാം. ജോലിസ് ഉണ്ടായിക്കോളാം. അപ്പം കാമുകി വന്ന് നിൽക്കുന്നുണ്ട്. കാമുകി അങ്ങനെയാണെങ്കിൽ വളരെ ദേഷ്യത്തിലെത്തുന്നത്. പക്ഷെ ഇവിടെ കുറേ അനുദയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒന്നും നിൽക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാമുകയാണ്. എന്താ ജ്യോതിഷേ എല്ലാ ആയിക്കോട്ടെ. കണ്ടിട്ടും വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾ വിട്ടുപോയെന്ന് വെച്ചിട്ടാണ്. നിങ്ങളുടെ കീശയിലെ കൈയൊക്കെ ഇട്ട് അടിക്കാൻ നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്. റിലാക്സ്, ശ്വാസം വിട്. എവിടെ വീട് എവിടെ? ചിറ്റയുടെ തലപ്പം പോ. ചിറ്റടി ആരടിച്ചത്? ആരടിച്ചേ? പിന്നെ ചിറ്റടിച്ചു. ചിറ്റടി ഇതെവിടെ സ്ഥലം? ഇത് പറഞ്ഞൊന്നും മനസ്സിലായി. ചിറ്റടി തീർത്തലും തീർത്തലെവിടെ? തലപ്പം പോകാത്ത ഇവിടെ ചെയ്യുന്നത് ഇവിടെ അല്ല പഠിക്കുന്നവിടെ നേരോ ഇംഗ്ലീഷ് ഭാഷയൊന്നും സംസാരിക്കുന്നു. ഒന്നും മനസ്സിലാക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പ്രകൃതിയാന്ന് തോന്നുന്നല്ലോ അല്ലേ? ദേഷ്യം പിടിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പറയുമ്പോൾ തട്ടിക്കയറുന്ന സീസാണ് തന്നെ മുഖം കാണുമെന്ന് തോന്നുന്നു. എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്? 7. ഏതാ എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ്? അടിയല്ല അടിയല്ല തല്ലുകൂടാറുണ്ടോ? ഒന്നുമില്ല. ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തില്ല. ആദ്യമായിട്ടാണ്. അഭിനയിക്കാൻ വലിയ ഭയങ്കര ഇഷ്ടമുണ്ടോ? ഞാൻ തരുന്നതെന്ന് പറയാം, നീ അവിടെ എല്ലാ സ്ഥലത്തും തല്ലുണ്ടാക്കുന്ന ഒരു വികൃതിയായിട്ടാണ് ഞാൻ നേരിടുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങോട്ടൊന്നും വെബിലേക്കോട്ടെ. നിങ്ങൾ തമ്മിലൊന്ന് വാക്ക് നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞവരോട് ദേഷ്യം പിടിക്കാൻ നോക്കണം. ദേഷ്യം വേണ്ട ഒന്നാണ് ദേഷ്യം പിടിക്കുന്നവരുണ്ട്. പോളാ പറഞ്ഞത് ചിരിച്ചിട്ടാ പറയുന്നത്. അവള് ദേഷ്യത്തില്ല, ദേഷ്യത്തോടെ പറഞ്ഞു പോളാ. എനിക്ക് ചിരി വരുന്നുണ്ടോ? ദേഷ്യത്തോടെ പറയാം. സാധാരണ എന്നോട് നീ ഇന്നലെ എന്റെ നോട്ട് ബുക്ക് നീയല്ലേ കീറിയത്, ഞാൻ ടീച്ചറോട് വന്നു നോക്കുന്നു പറയാം. അപ്പം കൂടെ കോടയിന്നലെ കെട്ടാണ് കള്ളനാണ്, ശരിയായ കള്ളനെന്ന് കേട്ടോ. എല്ലാ സാധനവും കൂടെ അടിച്ചു മാറ്റുന്നത് എന്റെ ഞാൻ എല്ലാം ടീച്ചറോട് ഞാൻ പറയും. എന്റെ അച്ഛനാരെന്നറിയോ? എന്റെ അച്ഛനാരെന്നറിയോ? പോലീസുകാരാണ്. നിന്നെ ഒരു മിനിറ്റ് അത് പറഞ്ഞില്ല പറയാം. അത് സംഭവം എനിക്കറിയാം. ഞാൻ സങ്കടത്തിൽ പറഞ്ഞ ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ കരഞ്ഞിരിക്കണം. ഇങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട് ക്യാമറ കള്ളനല്ലാത്ത എന്നാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കസനോട് ഇരുന്നിട്ട് പറഞ്ഞു കസനോട് ഇരുന്നിട്ട് പറഞ്ഞു. എന്നാലും നീ പറഞ്ഞില്ലേ ഇത്ര നല്ല കൂട്ടുകാരൻ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ അതിനാ ഓക്കെ കൈ വേസ്റ്റാക്കല്ല. അച്ഛനാ സോപ്പടിച്ചിട്ട് കാര്യം നടന്നില്ല. എന്ത് ചെയ്യുന്നത്? അല്ല ഇവിടെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാളും ഒരേ ക്ലാസ്സാണ്. ഓ അത് ശരി. അടുത്ത കൂട്ടുകാരനാണ്. ഇത് എന്തെങ്കിലും ദോഷമുണ്ട്? ഇപ്പൊ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞ് വലിയ വിപ്ലവാക്കിയത് വലിയ അത് എന്തെല്ലാം ദോഷങ്ങളുള്ളത്? ഈ അടിച്ചുപറ്റുന്നത് തന്നെയാണ്. അടിച്ചുപറ്റുന്നില്ല ആവുന്നില്ല. നല്ല നല്ല കുട്ടിയാണ്. ഇത് തമ്മിൽ അവിടെ ക്ലാസ് എന്തെങ്കിലും വഴക്കുറയിലും അടിക്കലുണ്ടോ? അതെയാ. പരീക്ഷ കോപ്പി അടിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും?
ഞങ്ങളാണ് അങ്ങനെ അടുത്തിരിക്കാറുണ്ട്. എന്നാലും നിന്റെ മുഖം കാണുമ്പോൾ നീ ഭയങ്കര കോപ്പി അടിക്കുന്നത്. ഞാൻ കോപ്പി അടിക്കാറൊന്നുമില്ല. കോപ്പി അടിക്കുന്നില്ല. അവനോ അവരും അടിക്കില്ല. അടിക്കില്ല. പിന്നെ കൃത്യമായി ക്ലാസ്സിലെല്ലാം പോകും. കൃത്യമായി ക്ലാസ്സിലെല്ലാം പോകും. ക്ലാസ്സിൽ കൃത്യമായി സമയത്തിലെത്തോ? ക്ലാസ് കട്ട് ചെയ്ത് ചില സമയത്ത് ബസ് കിട്ടാതായിരുന്നു. ഈ ഞാൻ തരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛനോട് എന്ത് സോപ്പിടിച്ചിട്ട് അച്ഛൻ ആ സാധനം മാറ്റി തരില്ല. ഇനി അമ്മേൻ്റെ അടുത്ത് പോയിട്ടൊന്ന് മെല്ലെ ഞാൻ അച്ഛൻ നീ ആദ്യം പറയാം എൻ്റെ അടുത്തേക്ക് വന്നു പറയും ഒരു ആവശ്യപ്പെട്ട് എന്തെങ്കിലും സംഗതി പറയാം അച്ഛാന്നിങ്ങനെ പറയുക. ഇത് അടിക്കാൻ വരുന്നവരെ അച്ഛൻ തന്നിട്ടെങ്കിൽ അടിച്ചിട്ട് അച്ഛൻ ഷെയ്മ് വരുന്നത് പറഞ്ഞേ വരുന്നത്. സാധാരണ എങ്ങനെ വരുന്നത്? ഒരു പേന മേടിച്ചു തരുവോ? എത്ര പേരെ എനിക്ക് വാങ്ങിച്ചു തന്നു? അത് ഒന്നും തെളിയുന്നില്ല. പിന്നെ എന്താക്കുന്നത് പേരെന്തായി ഐസ്ക്രീം വാങ്ങി പോയി പോന്നു? അത് തെളിയാതെ എന്നോട് ഒരു അക്ഷരം വേണ്ട വേണമെങ്കിൽ അമ്മയോട് പോയിട്ട് പോവാ. ഞാൻ വാങ്ങിത്തില്ല. ഞാൻ വാങ്ങിത്തില്ല. എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിത്തില്ല. എത്ര പേരെ കൊണ്ടേ കളഞ്ഞു. കൂട്ടുകാർ കൊടുത്തിട്ടാണ്. പിന്നെങ്ങനെ പേന പോകുന്നത്? അത് തെളിയുന്നില്ല. പിന്നെങ്ങനെ ഇവിടെ പോയി എത്ര ഇന്ന് ഈ പ്രാവശ്യം സ്കൂളിൽ വന്നിട്ട് എത്ര പേന വാങ്ങിച്ചു തന്നു? അതിന്റെ എണ്ണം ഞാൻ എത്ര പോണ്ട? ഞാൻ വാങ്ങിച്ചില്ല. അച്ഛനോട് പറഞ്ഞോ? എന്താ അച്ഛൻ പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ഇഷ്ടംപോലെ പേന മേടിച്ചു എല്ലാം നീ കളഞ്ഞു. അത് ശരിയല്ലേ? എന്റെ മോനൊരു കാര്യം ചെയ്താൽ മതി. നാളെ ഒരു പെണ്ണോട് എഴുതണ്ട, പെൻസിലോട് എഴുതുക. അപ്പൊ ടീച്ചർ എന്നെ വഴക്ക് പറയും. ടീച്ചർ വഴക്ക് പറയുന്നില്ല, നീ കൊണ്ട് കളഞ്ഞോണ്ടാന്നല്ലോ ടീച്ചർ വഴക്ക് പറയും. ഞാൻ എന്നാണത് ഈ അമ്മ അച്ഛനെ ഒറ്റ കൂട്ടാ. ഇവിടുന്ന് അടിയാണെന്ന് പുറത്തു പോയിട്ട് അടിയൊന്നും പോണ്ട കേട്ടോ. ദേവദർശൻ. എവിടെ സ്ഥലം? കണ്ണൂർ പൊന്നം കമ്പിപ്പത്തിനടുത്ത. പൊന്നത്ത് കണ്ണൂരില് തലശ്ശേരിയില് പൊന്നം ഈസ്റ്റ് പൊന്നം. പൊന്നി എവിടെയാണ്? അത് മാഹി പന്തക്കലുണ്ട് തലശ്ശേരിയില്. പന്തക്കലെവിടെ? തലശ്ശേരിന്റെ മാഹി പോണ്ടിച്ചേരിന്റെ. വീട്ടില് അമ്മ അനിയത്തി ഏട്ടൻ. പിന്നെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എത്ര ക്ലാസ്സിൽ? ശീലല്ല. നന്നായി പഠിക്കും. എവറേജ് മാർക്കാണ് അല്ല ഫുൾ മാർക്കാണ്? ഫുൾ മാർക്ക്. ഇവര് കാണിച്ചതൊക്കെ കണ്ടില്ലേ? ആ കാണിച്ചതല്ല ഇവർ തമ്മിലടിയെ കണ്ടില്ലേ? രണ്ട് അടിയന്മാർ. അതിൽ നിന്ന് ആ ഇതിൽ ഒരു രണ്ടാമത് വികൃതി നീയാണ്. അപ്പൊ നീ എങ്ങനെ റിയാക്ട്? ഇവർ തമ്മിൽ അടിയെ ഈ കാണിച്ച് ഓടി വരെ ഇവർ രണ്ടുപേരും അവിടെ നിന്നു. രണ്ടുപേരും അവിടെ നിന്നു. ഈ ബാക്കി ഡയലോഗ് നീ പറഞ്ഞു. ഇവർ തമ്മിൽ തല്ലേ അങ്ങനെ നീ ഓടി അവിടെ ആ ഭാഗത്ത് വരും. മാറിക്കടാ. എല്ലാരും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂട്ടുകാരായിരുന്നു. ചെറിയ കാര്യം പറഞ്ഞിങ്ങനെ അടിയില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താന്ന് കാണിക്കടാ. നിങ്ങളൊക്കെ കൂട്ടുകാരനല്ലെങ്കിൽ നിങ്ങളെ സൗഹൃദം കണ്ടിട്ട് അണക്കില്ലേ? ശരിക്കും പറഞ്ഞാല് സന്തോഷം തോന്നിപ്പോയി. ചെറിയ റബ്ബർ അതന്നെ ഇവിടെ ചെറിയ റബ്ബർ ചോദിച്ചപ്പോ ഞാൻ വാങ്ങിച്ചല്ലേ. ഇത് പറഞ്ഞിങ്ങനെ അടിയായിരുന്നു. കാലാകാലങ്ങളായിട്ട് നിങ്ങൾ ഒന്നിച്ച് പഠിക്കേണ്ടവര് അല്ലാണ്ട് തമ്മിൽ അടിയത് സുഹൃത്തുക്കളാണ്. സ്ഥലം ചട്ടുവപ്പ, കണ്ണൂർ ജില്ലയിലെ ചട്ടുവപ്പാണ്. ഇതില് കന്നഡ പടത്തിലേക്ക് സൈഡ് റോളായി മീഡിയം. കന്നഡ മറ്റേ ഇതാണോ? അതിൽ നമ്മള് അജയ് എന്ന് പറഞ്ഞൊരു കക്ഷി ചെയ്തിരുന്നില്ല. അതിനറിയാം. നമ്മള് ഒന്നിച്ച് കമ്പനി ചെയ്യില്ലേ? അല്ലേ?
ഓക്കെ പുഷ്പ വളരെ ഹാപ്പി. കൃത്രിമായിട്ടല്ല, ഒറിജിനൽ ഒരു സന്തോഷം കിട്ടുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം. ശരിക്കുള്ള റിയലായിട്ട് അഭിനയിക്കണ്ടോ ഇപ്പോൾ ഓവർ ആക്ടിങ് ആയി തോന്നും. പക്ഷെ ശരിക്കുള്ള ഫോട്ടോ എടുക്കാൻ ശരിയായി. ഓക്കെ, ഒന്ന് പൊട്ടിക്കഴിഞ്ഞു. അത് വായ് മുഖം മാസ്ക് ചെയ്യണം, അല്ലെങ്കിൽ ചിരിക്കുന്ന പല്ല് പുറത്താൻ ചെയ്യാം. ഒന്ന് ദേഷ്യം പിടിച്ചൊരു ക്യാമറ നോക്കി, ക്യാമറ ലെൻസ് നോക്കിയിട്ട് ക്യാമറ വേണം ചിത്താറുണ്ട്. നാടോ കളിച്ചു എന്തിനാണോ ഇങ്ങനെയാണോ ക്യാമറ പിടിക്കല്? മാറ്റിവിടും. ഒറ്റൊന്നും ഞാൻ വിടില്ല. ഒറ്റൊന്നും ഞാൻ വിടില്ല. എന്തായാലും ഇങ്ങനെയാണോ? മാറ്റി വെക്കണോ? സ്വഭാവം എനിക്കറിയില്ല. എന്റെ സ്വഭാവം എനിക്കറിയില്ല. എന്താ ഇങ്ങനെ നിങ്ങളോടല്ല മാറ്റം പറയുന്നത്? നടക്കുന്നവരാണ്. ശൃംഗാരം കളിച്ചാൽ ഡാൻസ് ഒന്ന് ചെറിയ സ്റ്റെപ്പ്. ജസ്റ്റ് ഒരു മൂമെന്റ് മാത്രം. എനിക്ക് സ്വന്തം ഷോപ്പുണ്ട് സാർ, ഫർണിച്ചർ. വീട്ടിൽ ഇതിൻ്റെ അടുത്ത് ഇതിന് മുമ്പ് എന്തെങ്കിലും സ്റ്റേജ് അൻവറിൽ സൈഡ് ചെയ്തു. അൻവറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഷെഫി തടവ് പുള്ളിയായിട്ടുണ്ട്. അത് സിനിമയിൽ കാണുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ട്. തടവുള്ളിയായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ മകൻ നിങ്ങളെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഈ വൃത്തി വന്നിട്ട് മുമ്പിൽ നിന്നാൽ ഇവിടെ മുമ്പിൽ നിന്നോ പറയില്ല. ഞാൻ ഡയലോഗ് പറഞ്ഞോളൂ, ഇവരെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. മകനാ മുമ്പിലേക്ക് നാളെ തൂക്കിക്കെല്ലാം കൂടി പോയാ നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാം. തൂക്കിക്കെല്ലാം കൂടി പോയാ അപ്പൊ മകൻ വരുമ്പോണ്ടാകുന്ന മുഖത്തെ എക്സ്പ്രഷൻ നാളെ പിന്നെ തൂക്കിലേക്ക് കയറ്റുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ മുഖത്തുള്ള അച്ഛ നാളെ ഞാൻ കാണാൻ വന്നാൽ അച്ഛനെ കാണാൻ പറ്റും. ആരോട് ചോദിച്ചാലും മറുപടി ഇതാണോ പറയുന്നത്? ഞാൻ പറയും. മകൻ പറയുന്ന ഡയലോഗ് ഞാൻ മുമ്പിൽ നിർത്തിയെന്നാണ്. അച്ഛാ ഞാൻ പോവുക, നാളെ വന്നാൽ അച്ഛനെ കാണാൻ പറ്റും. എന്താ അച്ഛൻ പറയാറ്? പറയാൻ കഴിയുന്നില്ല. ആരോട് ചോദിച്ചിട്ടും ശരിയായ ഉത്തരം തരില്ല. ഞാൻ പിന്നെ ആരോടാ ചോദിക്കുന്നത്? പഠിച്ചു കൊടുക്കുന്നതാണോ? ഓക്കെയാണോ? ഞാൻ തൈക്കോണ്ടോ ഇൻസ്ട്രക്ടറാണ്. തൈക്കോണ്ടോ മാസ്റ്റർ. അപ്പോൾ നമ്മൾ കരാട്ടെ ജപ്പാൻ്റെ, നമ്മൾ അതുപോലെ തന്നെ ലത്തീഫ്
ഇല്ല, അവര് കരാട്ടെ വേറെ തന്നെ സ്റ്റൈലല്ലേ. പിന്നെ പ്രഭാകരൻ മനോഹരനോ? അവരിൽ കരാട്ടെ ആയിരിക്കും. കരാട്ടെ തൈക്കൊണ്ട് ഒരു ഡിഫറെന്റ് വേറെ തന്നെ വ്യത്യാസമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ തന്നെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗ്രേസ് മാർക്ക്, സ്പോർട്സ് കോട്ട ഉള്ളത്, അതൊരു ചെറിയൊരു ആക്ഷൻ കാണിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതിന്റെ ഒരു ഉണ്ടോ? ഞാൻ കിഡ്സ് കാണിച്ചത്. സംഘടനത്തിന്റെ സ്റ്റണ്ടിന്റെ ഏകദേശം അതിന്റെ ഇത് ഫോർമുല അറിയാം, എന്തൊക്കെ ചെയ്യണം. ഞാനിപ്പോ ചെയ്യുന്ന മറ്റേ ബ്രൂസ്ലിയിലാണ് ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്. അപ്പൊ അവരെ കീഴിലാണ് ഇപ്പം ചെയ്യുന്നത്. അഭിനയിക്കാൻ താല്പര്യം വില്ലനായിട്ട് കാണാം. വില്ലന്മാർക്ക് വേണ്ടത് ഏറ്റവും വലിയ എന്താ ഒരു ഗുണം കിട്ടുന്നത് എന്താണ്? കടിയൊന്നുമല്ല. അപ്പൊ കാവുമായിട്ടൊക്കെ വലിയ കടിയുണ്ടാവും. നമ്മൾ അതേപോലെ മോശമാണ്. ഒരു വില്ലന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തല്ല, ദോഷമാണ് വില്ലന് വേണ്ടുന്ന ഗുണങ്ങൾ. ഫ്രം ദ ബിഗിനിങ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാൻ പാടില്ല. ശരിയായിരിക്കില്ല, വില്ലന് പറഞ്ഞില്ല, അത് നോക്കൂ. ഒരു വില്ലൻ ആവുമ്പോൾ നമ്മുടെ വില്ലന്റെ മനസ്സിൽ നമ്മൾ ഒരു വില്ലനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ധാരണ, ആ ഒരു വില്ലന്റെ ഒരു എക്സ്പ്രഷൻ ആരെ അനുകരിക്കാൻ പാടില്ല. സ്വന്തമായിട്ടൊരു നമ്പർ ക്രൂരമായ ഒരു ചിരിയില്ല ചിരിച്ച ഞാൻ പഠിക്കുന്നു ബികോം സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കുന്നു? തളിപ്പണം. ഞാൻ കുടിക്കും കേട്ടോ. അതെയാ? എന്ത് റോള് പറഞ്ഞില്ല. ഏത് റോള് ചെയ്യാനാണ് ചോക്ലേറ്റ് ബോയ്. ഇവിടെ ലുക്ക് ആൽബത്തിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൈറ്റുള്ള സമയത്തല്ല നമ്മളുള്ളത്, നമ്മൾ കളറുള്ള സമയത്തുള്ളല്ലോ. അല്ല, നിങ്ങൾ അന്നേരം കഴിഞ്ഞിരുന്നു. പക്ഷെ ബേസിക്കലി പ്രണയം ഒന്ന് തന്നെയാണ്. അപ്പം എങ്കിലും പിന്നെ ഒരു കാമുകി കമുകന്മാർ തമ്മിലുള്ള ചെറിയൊരു ആ ഒരു പ്രണയ സല്ലാപം എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഐസ്ക്രീം പാർലറിൽ നിന്ന് കാമുകി വരാൻ താമസിച്ചുകൊണ്ടോ വളരെ ഹൃദയമായിട്ട് എക്സ്ക്യൂസ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ എത്തി, എൻ്റെ 2 ഫ്രണ്ട്സ് വന്നു, ഞാൻ അവരെ കൂടെ എത്തി. അത് ഇതിലിങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നത് വരും. ആ കുട്ടി അവിടെ മുമ്പിൽ ഇരുന്നു, ലുക്ക് അങ്ങോട്ട് നോക്കിയോ അത്. ഞാൻ ഒരു ഇത് കിട്ടട്ടെ വെച്ചില്ല, ടച്ച് കിട്ടാൻ വേണ്ടി ഒരാൾ മുമ്പിൽ ഇരുന്നത്. ഞാൻ കുറേ നേരം ഇരുന്നു, കാമുകിയായിട്ട് ഇരുന്നു. അങ്ങനെ എവിടെ കാത്തിട്ടത് 5 മണിക്ക് വരാൻ 6 മണിയായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ. എന്ത് തിരക്ക്? എപ്പോഴും തിരക്കാണോ? എന്റെ മനസ്സിലാവില്ല എന്റെ വിഷയം. നീ വിളിക്കുമ്പോ അവിടെ ഇവിടെ എങ്ങനെ വരാനാ? അതിൽ എന്ത് ശങ്കരായിരുന്നു, ഇപ്പോഴെന്നെ മടുത്തല്ലേ? ഇങ്ങനെ പറയട്ടെ, അതെങ്ങനെയാ? നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? മടുക്കോ? നിന്നെ എനിക്ക് ജീവിത അവസാനം മുഴുവനും വേണ്ട. നീ എന്ന് അങ്ങനെ പറഞ്ഞത്? നീ എന്നും എന്റെ കയ്യിൽ ജീവിതാവസാനം വരെ വേണം. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഇല്ലാത്ത കന്യ പോലെയാണ്. പിന്നെ വേറെ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും നോക്കുന്നു, ജ്യേഷ്ഠന്മാരെല്ലാം നോക്കുന്നു. അവർക്ക് പേര് അറിഞ്ഞു, എനിക്ക് സംഭവം അറിയുന്നില്ല. ഓരോരാടത്ത് പോയി ചോദിക്കും. നാച്ചുറലായിട്ട് മനസ്സിൽ കാണും, നിന്റെ മനസ്സിലിട്ട് കാണണം. നീ അതിന്റെ വീട്ടിൻ്റെ അകത്ത് പേര് വരുന്നു. ആ വിഷമം ഉപ്പാന്റെ വിവരം അറിയാനുള്ള ആ ഒരു ഇത്. എന്താ സംഭവിച്ചത്? എന്നോട് ഞാൻ എങ്ങനെ പറയാം? ഒരു ഫോൺ വന്നിരുന്നു സൗദിന്നോ? എന്താ ഉപ്പാക്ക് എന്താ പറ്റിയത്? എങ്ങനെ ഞാൻ നിന്നോട് തുറന്ന് പറയാം? എന്തായാലും പറ, എന്താണെങ്കിലും പറ. അപ്പൊ നമ്മളെല്ലാം വിട്ടുപോയി. എന്തേ ഉപ്പാക്ക് എന്ത് പറ്റി? ഉപ്പാക്ക് എന്ത് പറ്റി? ആദ്യം മുതലേ ഇങ്ങനെ കളി കളിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ചെറുക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ചെറുക്കര സ്കൂൾ ഡ്രാമ ചെയ്തു, സയൻസ് ഡ്രാമ. ഏതാ റോഡ്? അതിൽ മെയിൻ റോഡില്ല.
അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതുകൊണ്ട് അതിനാണ് ഇങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നത്. എല്ലാവരും പറഞ്ഞ ഇങ്ങനെ അഭിനയം നന്നായിട്ടുണ്ട്, ഇതിനെ പ്രൊഫഷനായി എടുക്കാൻ ടീച്ചേഴ്സിന് പറഞ്ഞു. എന്താ രംഗണ്ട് ഇത് ഒരു പുതിയതായിട്ടൊരു കണ്ടുപിടുത്താണ്. ഇപ്പോൾ ഒരു മറ്റേ ഈ ഫാക്സിൽ അയക്കുന്ന പോലെ ഒരു മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു. അപ്പോൾ അത് കുറേ 15 വർഷത്തെ പരീക്ഷണത്തിന് ശേഷമാണ് അത് ആദ്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഇത് പരാജയപ്പെടും, പിന്നെ അത് വിജയിക്കും. സയന്റിസ്റ്റ് കണ്ടുപിടിക്കുന്ന അതൊന്ന് കാണിച്ചു. എന്താ ചെയ്യുന്നത്? ഡയലോഗ്സ് ആണ്. ഫാക്സ് മെസ്സേജ്. അകലെ നിന്നും അന്തരീക്ഷത്തിലൂടെ ഒരു പേപ്പർ കോപ്പി എൻ്റെ മുറിയിലേക്ക്. എന്തുകൊണ്ട് ജീവജാലങ്ങളെ ഇങ്ങനെ അയച്ചുകൂടാ? എന്തുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ അയച്ചുകൂടാ? നൂതന നാനോ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സാധിച്ചെടുക്കാം. മനുഷ്യന്റെ നൂതന ഒരു പദാർത്ഥത്തിന്റെ അതിന്റെ നൂതന നാനോ ടെക്നോളജി ഉപയോഗിച്ച് അതിസൂക്ഷ്മങ്ങളായ കണികകളായി മാറ്റുന്നു. ഇതിന് ജനറ്റിക് ടെക്നോളജി, DNA ഡ്യൂപ്ലിക്കേഷൻ എന്നീ ശാസ്ത്ര മേഖലകളിലൂടെ മനുഷ്യന്റെ അനന്തരാവസ്ഥയിലെത്തുന്നു. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തത്തിന്റെ സാരം. ഇത് ടെലിപോർട്ടേഷൻ വഴി ഉദ്ദേശിച്ച സ്ഥലത്ത് കൈമാറുന്നു. ഓക്കെ, അത് മോനെടുത്ത റോഡ് അത് ഒരു ശകാരം മാത്രം കേൾക്കുമ്പോൾ അത് ഉണ്ടാകുന്ന ഫീൽ ഇതിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ സ്കൂൾ വിട്ട് കയറി വന്നു. അപ്പോൾ 2ാമേന്നെ സ്വന്തം അമ്മയല്ല, അച്ഛൻ കല്യാണം കഴിച്ച് 2ാമത്തെ ഞാൻ അവിടെ നിൽക്ക്. നീ എവിടെയാ പോകുന്നത്? എത്ര മണിക്കാണ് നീ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നത്? നീ 4 മണിക്ക് ക്ലാസ് കൂട്ടി ഇവിടെ എന്തൊക്കെ പണി കിടക്കുന്നുണ്ടെന്നറിയോ? പശുവിന് എന്ത് സ്പെഷ്യൽ ക്ലാസ്? എപ്പോഴും നീ സ്പെഷ്യൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. എന്ത് പതിനായിട്ടുള്ളത് വായന വരച്ച് നിർത്തുമല്ലോ. ഒരു പണി എടുക്കുക. ഇനി നാളെ ഒന്ന് സ്കൂളിൽ പോകണ്ട. 10ാം ക്ലാസ് സ്കൂളിൽ പോകണം. 10ാം ക്ലാസ് സ്കൂളിൽ പോകുന്ന പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെയുള്ള പണികളൊക്കെ ആരെടുക്കും? ഇതിൽ ഡയലോഗിൻ്റെ വേണ്ട. ഞാൻ പറയുന്നത് നീ എൻ്റെ എക്സ്ക്യൂസും വേണ്ട. ഞാൻ പറയുമ്പോൾ എനിക്ക് ആ കേൾക്കുമ്പോൾ അവിടെ നീ എവിടെ പോകുന്നത്? ഇത്ര പേര് നീ എവിടെ പോയിട്ടായിരുന്നത്? ഇവിടെ എന്താ 100 രൂപ പണിയില്ലേ? വാരി വലിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാലോ എനിക്ക്. നീ എന്തെങ്കിലും ചെയ്യുന്നില്ല ഇവിടെ. എപ്പോഴും നോക്കുമ്പോൾ നീ ഇവിടെ പഠിക്കും. നാളെ പോയി പഠിക്കുകയും ചെയ്യാൻ സ്കൂളിൽ പോകണ്ട. ഇവിടെ 100 രൂപ പണിയുണ്ട്, അതൊക്കെ നിന്നാലും മതി. ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരാൻ ആളില്ല. നിന്ന് ഇതാക്കുന്നു, പോകാക്കും. എവിടെ വീട്? കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ എന്ന സ്ഥലത്താണ്. പയ്യാവൂർ. ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? താല്പര്യമുണ്ടെന്നില്ല. താല്പര്യമുണ്ട്. നിങ്ങളെ രാവിലെ വിളിച്ചത് അല്ല, അത് ഇതാണല്ല. ഇവിടെ ഈ ബോഡി ഷേപ്പും ഇതൊക്കെ കാണുമ്പോൾ ഒരു പോലീസുകാരനെ ലുക്ക്, മുതിർന്നായിട്ടുള്ള പോലീസുകാരൻ. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയായിട്ടുള്ള ഞാനെടുക്കും. നമ്മൾ സ്റ്റേഷനിൽ ഇപ്പോൾ കോൺസ്റ്റബിൾമാർ മുഴുവൻ അപ്പം കാത്തു നിൽക്കുന്നത് ചാർജ് ചെയ്യില്ല. പോരാ കേട്ടെ, നിങ്ങളെ മുഖം തറപ്പിച്ചൊരു നോളം നോക്കണം. ഞാനിങ്ങനെ പ്രതിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. തറപ്പിച്ച് ശരിയായ ഒരു പോലീസുകാരില്ല. ഞാൻ എഴുന്നേറ്റുന്നു. എന്താണ് കേസ്? മറ്റേ കോൺസ്റ്റബിൾ ഇരിക്കും. അവിടെ എത്തുന്ന കോൺസ്റ്റബിൾ എന്താണോ കേസ് ചെയ്തത്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എപ്പോഴും വന്നുകൊടുക്കേണ്ട സ്ഥലമാണോ ഇത്? വെറുതെ ഇവരൊക്കെ പിടിച്ചു കൊണ്ടുവന്നു. വെറുതെ കൊണ്ടുവരാനോ? ഇവരൊക്കെ വെറുതെ പിടിച്ചു കൊണ്ടുവന്നു. വെറുതെ കൊണ്ടുവരുമോ? അല്ലല്ല സാർ, കാര്യം കാര്യം പറയുന്നു സാർ. ഞാൻ തട്ടിട്ടൊന്നുമില്ല. വെറുതെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെന്താ കക്കാണ്ട് ഇനി നിന്നെന്തിനെ ഇവിടെ കൊണ്ടുവരുന്ന ആവശ്യമൊന്നുമില്ല? അതിനെ സാർ അവരോടല്ലോ ചോദിക്കുന്നത്, എന്നോടല്ലല്ലോ ചോദിക്കുന്നത്. അതാടാ ഇവൻ കേട്ടിട്ടില്ലേ? അവൻ പറയുന്നത് കേട്ടുന്നതല്ല. അടിച്ചിനെ പോകുമ്പോഴൊക്കെ നീ അന്നേരം പറയും സത്യം. എടുത്ത് കൊണ്ടുപോടാ. നീ വാ, ഇവനിക്ക് എങ്ങനെ സത്യം പറയുന്ന ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ
കളിച്ചാടിക്കോളാം ഞാൻ കൊണ്ട് പോയി എടാ അകത്ത് ഇവിടെ കുത്തിയിരിക്കുന്ന ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിരീഷ് ഗിരീഷ് ചന്ദ്രൻ രാമന്തളി അല്ല രാമന്തളിയിലുള്ള പയ്യൻ അവരൊരു ടെലിഫോൺ ചെയ്തിട്ടുണ്ട് ചില്ലമ്പി പിന്നെ അവർ ബഷീർ ഖാനുകൾ ഇയാൾ അസോസിയേറ്റഡ് അക്ബറിൻ്റെ അവർക്ക് കൂട്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ അതിലൊരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ശരിക്കും ഒരു നമ്മളിപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ മൊബൈൽ യൂസ് ചെയ്തിട്ട് കുട്ടികളെ ട്രാപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അതില് ഞാനും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2-3 കഥാപാത്രങ്ങൾ. അപ്പോൾ നമ്മള് ഡെയിലി വെള്ളടിക്കും, പിന്നെ ബൈക്കിൽ പിള്ളേരെ ഫോൺ വിളിച്ച് പിള്ളേരെ കയറ്റിട്ട് പോകും. പിന്നെ പിള്ളേർ മരിക്കും, നമുക്കതൊന്നും വലിയതല്ല. അപ്പൊ അത് തടയാൻ ആ നാട്ടിലത്തെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ് ഒരു ബില്ലെന്ന് അവരെ അർത്ഥമാവും. ഞാനവിടെ വാടക താമസിക്കുന്നതാണ്, നമ്മൾ പുറത്ത് വന്നിട്ട് വാടക വെക്കാം, അതൊന്ന് കാണിച്ചത് മനസ്സിലാക്കാം. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ഒന്ന് പറഞ്ഞു. ഹലോ, ഇവിടെ ആളില്ല ആരും? ആരാ? അതൊക്കെ പിന്നെ പറയാം, എൻ്റെ ആളൊന്ന് വിളിക്ക്. ആള് ഞാൻ തന്നെയാണ്. നിങ്ങൾ കാര്യം പറയട്ടെ, വാ. വാടക തരാതെ താമസിക്കുമല്ലോ ഇവിടെ? മുതലാളിയൊക്കെ നമ്മളായിക്കോളൂ. മുതലാളിക്ക് ഇതാണെന്ന് വേണ്ട, എത്ര മാസം വാടക കൊടുക്കാനുണ്ട്? എഗ്രിമെന്റും കാര്യം മുതലാളിയായിട്ടില്ല, ഞാൻ മുതലാളിയോട് സംസാരിച്ചപ്പോ. എന്ത് മുതലാളി? എത്ര കാലം നിങ്ങൾ ഒരുമാതിരി സംസാരിക്കപ്പെടും, രാത്രി വീട്ടിൽ വന്നിട്ട് അനാവശ്യമായി സംസാരിക്കും. ഞാൻ ചിലപ്പോ രാത്രി വരുമോ അല്ലെങ്കിൽ പകല് വരും. അത് ആരാ? ഞാൻ വാടക എടുത്ത് വാടക പോകുന്ന ആളുകൾ. ഇപ്പൊ ഇതിന്റെ ആള് ഞാനാ. എന്ത് പറയുന്നു? രാവിലെ പണം തരുന്നോ ഇറങ്ങുന്നോ? നിയമം കാര്യങ്ങളില്ലേ ഇവിടെ? എന്ത് നിയമം? അതൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാ. ഇപ്പൊ ഇവിടുത്തെ കാര്യം ഞാനാ നോക്കുന്നത്. രാത്രി വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇറക്കണം പറഞ്ഞാൽ ഇവിടെ കുട്ടികളെ ഇത് വഴിക്ക് വരുന്നില്ല, അങ്ങനെയില്ല. ശരി, ഞാൻ പിടിച്ചറിയിക്കോ. തന്നെ മുതലാളി ഇപ്പൊ പറഞ്ഞ പൈസ കൊടുക്കാണ്ട് അറിയിക്കോ. അയാൾക്ക് നേരിട്ട് വന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒരു കൂലിക്കാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കുറെ കാലയിൽ ആളെ നടത്തിക്കുന്നേ. എന്ത് ചെയ്യുന്നു? പണം തരുന്നോ അല്ല പിടിച്ചെടുക്കണോ? സമയം എന്താ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാൽ എന്നെ എവിടെ പോവാം? എത്ര ദിവസം വേണ്ടി വരും? ഒരാഴ്ചയെങ്കിലും പറ്റില്ല, നാളെ രാവിലെ. ചവിട്ടി തുറന്ന് അവിടെ നിൽക്കുമ്പോ വീടിന്റെ അകത്തുള്ള ലൈറ്റ് കാണുന്നു, നിന്നൊരു നോട്ടം ലുക്ക് അവിടെ കൊടുക്കുന്നു. ആ ബോഡി ലാംഗ്വേജ് തന്നെ നടന്നിട്ട് നിങ്ങളെ പിന്നിലുള്ള ഇവരോട് ഇങ്ങനെ കാണിക്കുന്നു. അതിന് മെല്ലെ നടന്നു ആൾക്കാർ കഴിയുന്നത്. എൻ്റെ പേര് അനിൽകുമാർ, കളിപ്പൂർ സ്വദേശമാണ്. ഞാൻ വർക്ക് ചെയ്തത് അബുദാബി അലൈൻ ഏരിയയിലാണ്. അബുദാബിയിലൂടെയാണ് എയർപോർട്ട് നടത്തണം. അബുദാബി അല്ലേ നാസിക ശേഷം എത്ര വർഷം? 6 വർഷം. കമ്പനി മാറി
അബുദാബി തന്നെ റിവ്യൂ ഉണ്ടായിരുന്നു. ദുബായിൽ ഞാൻ പോലെ വരായിരുന്നു. ഞാൻ ഈ ലൈഫില്ല രാത്രി പോയിട്ട് വെള്ളിയാഴ്ച അവിടെ പോയി ലീവൊന്നുമില്ല. ഞാൻ ആവശ്യത്തിന് ബർഗോയിൽ പോകും. വീടെ തളിക്കുന്നുണ്ട് കമേഷ് സാറിന്. സാർ എന്നെ കൊണ്ടാവില്ല സാർ. നിങ്ങൾ തരുന്ന റോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല സാർ. ഞാൻ ബൈ മിസ്റ്റേക്കിന് ഇവിടെ വന്നു പോയതാണ്. ഞാൻ എത്ര ചൂടാകുന്നുണ്ടല്ലോ എന്നോട്. ഞാൻ ചൂടാകല്ല. പക്ഷെ അതല്ല ഞാൻ എത്ര പറഞ്ഞത് മനസ്സിലാവും. എനിക്ക് ടൈമില്ല. ഒരു റോള് ഇതിലേക്ക് ഒരു ടേക്കും കൂടി സാർ. അല്ല അങ്ങനെയല്ല. നിങ്ങൾ ഇത് എത്ര പ്രൊഡ്യൂസർ മറ്റുള്ള ആൾക്കാരോടൊക്കെ വളരെ ഇതായിട്ട് നമ്മൾ സംസാരിക്കും. എന്നോട് മാത്രം നിങ്ങൾ ഷോട്ട് ചെയ്തു. അത് കാര്യം നിങ്ങൾ കഥ ശരിക്കും കൃത്യമായി പറഞ്ഞു. ഞാൻ അഭിനയിക്കേണ്ട ഭാഗം സാറിന് ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ ടാലന്റുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ നിങ്ങളെ സംസാരിക്കും. നിങ്ങൾ കുറച്ചുകൂടി ഞാൻ വിശ്വാസം എന്നോട് അഭിനയിക്കാൻ പറയുന്ന സംഭവം സംവിധായകനെ താങ്കൾക്കും സാറിനൊന്ന് കാണിച്ചു തരാൻ പറ്റും. തീർച്ചയായിട്ടും എന്റെ കീഴിൽ വന്ന എത്രയോ ആൾക്കാർ ഇപ്പോൾ ഞാൻ വളർത്തിയ ആൾക്കാരാണ് ഇപ്പോൾ എത്രയോ ഹീറോയിൻസ് ആയിട്ടുള്ളത്. എത്രയോ ആൾക്കാരുണ്ട്. എന്റെ സിറ്റുവേഷൻ ഒന്നും കൂടി പറഞ്ഞോ സാർ. പറഞ്ഞു തന്നു. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ട് ഇവിടെ ആൾക്കാർ വേറെ ഉണ്ട്. ഞാൻ വേറെ ആളെ നോക്കും. ഒത്തേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. എനിക്ക് വേറെ ആൾക്കാരുണ്ട്. എന്താ എന്റെ കഥാപാത്രം എന്താന്നുള്ളത് നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു വേണ്ട. എടോ എന്നാ ജാസ്റ്റിൻ അത് ഞാൻ തന്നെ സാർ. എന്നാൽ ക്രൂരമായി അയാൾ അഭിനയിക്കാൻ വന്നവരാണ്. സാർ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പോയിട്ടല്ലേ ഈ രംഗത്തെത്തിയത്. ഇന്നലെ സാർ ചെയ്ത് കണ്ടു. വളരെ മോശമായിരിക്കും സാർ. അത് കുട്ടികളാണ്. ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എങ്ങനെ നമ്മളോട് പഠിപ്പിക്കുന്നത് ഒന്ന് ചെയ്താൽ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടോ? ഡോക്യുമെന്റ് മാഷേ ഇവൻ തോണ്ടുന്നു. ഇങ്ങോട്ടല്ല പറയാ കുരുത്തക്കേട് കളിക്കാൻ പാടില്ല. ഇങ്ങോട്ടല്ല പറയാൻ കുട്ടി. ഇന്നത്തെ വിഷയമാണ് മലയാളം ക്ലാസ് എടുക്കാൻ തീരെ വിലയില്ല. നല്ല പഠിക്കുന്ന കുട്ടീനെ വരെ മാഷല്ലേ പോകലച്ചാ നയിക്കും. രണ്ടും എടുത്തോ. ഓക്കെ ഈ വല്ലാതെ നിങ്ങൾ രണ്ടാളെ ഏട്ടല്ലാതെ ചിരി മാത്രമേ മുഖത്ത് ഗൗരവം വെച്ചില്ല. പോരാ മുഖം പോരാ. എനിക്ക് വളരെ ഈസി ആയിട്ട് പൈസ കിട്ടിയും കുഴപ്പമില്ല എന്നുള്ള പഴയ ദേശീയ തീർത്താണ്. രാഘവ, നീ എത്ര നാളാണ് പൈസ തന്നിട്ട്? നിന്നോട് ഞാൻ എത്ര നാളായി ചോദിക്കുന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സ്ലോ ആയിട്ട് നിന്നെ ഞാൻ എത്ര നാളായി അന്വേഷിക്കുന്നു. നീ ഫോൺ വിളിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല എടുക്കാമല്ലോ. ഈ കൈപോലെ വെച്ചോ. ഓൻ പല ഡയറക്റ്റ് ഞാൻ പറഞ്ഞു. ഈ കൈനെ വായിക്കാൻ എനിക്കൊരു ചുക്കും ചെയ്യാൻ കഴിയുള്ളൂ. അത് നമുക്ക് കാണാം. നീ എന്ത് ചെയ്യാ? നിന്നേക്കാളും വലിയ കൊട്ടേഷൻ ഗെയിം എന്റെ അടുത്ത്. അത് നമുക്ക് കാണാം. ആരുടെ കൊട്ടേഷൻ ടീമോ വലുതാണ് നമുക്ക് കാണാം. നീ സൂക്ഷിച്ചോ. നിന്റെ കാര്യം പോക്കാൻ പോണേ. നീ ബ്ലേഡിൽ പൈസ കൊടുക്കുന്ന എനിക്ക് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യും. നിന്റെ കാര്യം എത്രയോ വലിയ ആൾക്കാരെ കണ്ടതാ നമ്മള്. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു തരണം. എന്റെ ഉപ്പാനാണ് എന്റെ നാട്ടുകാരും കൊണ്ടൊന്നും എന്റെ ഉപ്പാനെ കളിയാക്കിയത്. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല. ആദ്യത്തെ രണ്ട് വരികൾ വളരെയധികം പ്രതികാരം. മറ്റേത് തൊണ്ടകൾ സ്ത്രീധനം ചോദിച്ചിട്ട് എന്റെ ഉപ്പാനെ ആൾക്കാരും മുമ്പ് കളിയാക്കിയത് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല. ഒരിക്കലും മറക്കൂല. സ്ത്രീധനം ചോദിച്ച് എന്റെ ഉപ്പാനെ ആൾക്കാരും മുമ്പ് കളിയാക്കിയത് ഞാൻ മറക്കൂല. എന്റെ ജീവിതം കഴിയുന്ന മറക്കൂല. സ്ത്രീധനം ചോദിച്ച് അവിടെ നിന്ന് തന്നെ ടോണ് നിങ്ങൾ വിഷമത്തിലേ വരും. വൈരാഗ്യല്ലേ വരും. നിങ്ങൾ അവിടെ നിന്ന് ഇടറാൻ തുടങ്ങി. ഞാനതാ പറഞ്ഞു. ആദ്യത്തെ ഇടറരുത്. ആദ്യത്തെ ദേഷ്യമാണ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് ഈ പാത്രം കഴുകുന്ന ഒരു മൂമെന്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതാക്കിയിട്ടാണ് പിന്നെ സൈഡിലേക്ക്
സ്ത്രീധനം ചോദിച്ച് എൻ്റെ ഉപ്പാനെ ആൾക്കാർ മുമ്പ് നിന്ന് കളിയാക്കിയത് മറക്കൂല. എൻ്റെ ജീവിതം കഴിയുന്നത്രോളം കാലം ഞാൻ മറക്കൂല. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഇനി സ്റ്റാർട്ട്. കുറച്ചും കൂടി ഫീൽ ചെയ്യണം, കുറച്ചും കൂടി ഇതോ കുറച്ചും കൂടി ഇങ്ങനെ കുറച്ചും കൂടി ഒരു മരണ വാർത്ത പറയുമ്പോൾ ഏറ്റവും അടുത്ത ഒരാൾ മരണ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ. കൈകൊണ്ട് വായു വർത്തിക്കുവാണെങ്കിൽ ഇങ്ങനെ കൈ സപ്പോർട്ട് തന്നെ ഇന്ന് പൊട്ടിക്കരുത്. കൈലേശ് താഴ് കേട്ടോ, കൈലേശ് താഴ്ത്തി കണ്ണ് കാണിക്കാം. ഓക്കെ, പിന്നെ ഇനൊന്ന് അവിടെ തന്നെ നിന്ന് അവിടെ നിന്ന് പിന്നെ അറിയാലോ ലേശം കൊണ്ട് മറിയോ ഒന്നും ഫ്രെയിം ഔട്ടാവും, കൈ കാലം പുറത്താവും. പറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറയാം. നിൽക്കുന്ന ഒരു പ്രശ്നം ആക്കിയത് നമ്മുടെ അവിടെ നിന്നും വേണം ശരീരം കൂടുതൽ ഇറക്കാതെ ഈ കൈ പറയും. എന്നാൽ ഭർത്താവ് എന്നുള്ള പോത്തരായിട്ട് ഞാൻ എടുക്കും. അവിടെ നിന്ന് പറഞ്ഞു ഓക്കെ. നീ പറയുമ്പോൾ സാരി വെച്ചാൽ കഴിയില്ല. അതാണ് ഇപ്പൊ പൈസ കൊടുക്കണം. എന്ത് പറഞ്ഞാലും ഉപ്പ ഉപ്പ നിങ്ങൾക്ക് നാടുണ്ടോ മനുഷ്യ? എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് വെച്ചാൽ എല്ലാത്തിനും ഉപ്പ ഉപ്പ. എന്റെ കയ്യിൽ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ ഉപ്പഴേ വാങ്ങിക്കൂടെ? എനിക്കൊന്ന് വാങ്ങിച്ചു തരാൻ പൈസ ഇല്ലാതെ നീ പറയുമ്പോ സാരി വെച്ചാൽ അനുകൂലമില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു സാരി വാങ്ങിച്ചു തരാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എന്തൊരു സാരി വാങ്ങിച്ചു തരാൻ പറ്റില്ല? ഓക്കെ സ്റ്റാർട്ട്. നീ പറയുമ്പോൾ സാരി വെച്ചാൽ എനിക്കറിയാം. എന്ത് പറഞ്ഞാലും എനിക്കൊരു സാരി വാങ്ങിച്ചു തരാൻ വയ്യല്ലോ. എപ്പോഴും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഒന്നും വാങ്ങിച്ചു തരാറില്ല. പിന്നെ എന്തിനാ എന്ത് പറഞ്ഞാലും ഒരു ഉപ്പ ഉപ്പാന്ന് മാത്രം. ഇത് പല്ല് പുറത്തേക്ക് വരും. കയ്യിലൊക്കെ പല്ല് പുറത്തേക്ക് ചിരിച്ചിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിരിച്ചിട്ട് പറയുന്നത് ദേഷ്യത്തിൽ പറ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു സീരിയസ് അവിടെ കവിതത്തിൽ പറയണ്ടല്ലോ. ഞാൻ ഫീൽ ചെയ്യുന്ന ഞാൻ എന്ത് ആവശ്യം ചോദിച്ചാൽ ഇങ്ങനെയാണെന്ന് മറുപടി. ദേഷ്യത്തിൽ വളരെ ദേഷ്യത്തിൽ പറ, പൊട്ടിത്തെറിക്കുന്നതിൽ പറ. ഓക്കെ സ്റ്റാർട്ട്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ലല്ലോ. എന്ത് പറഞ്ഞാലും എപ്പോഴും പറയും എന്തിനൊക്കെ കാശില്ല കാശില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നത്? എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല. അതുവരെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനായിട്ട് പിന്നെ കണ്ടു. അത് ഞാൻ പറഞ്ഞ പോലെ നീ പറഞ്ഞു. ഇതാണ് മാപ്പ്. മാപ്പ് അത് ആരും ഒരു നാളെയാണ് സ്കൂൾ ഫീസ് ഇറങ്ങുന്നത്. എന്നോട് ആരാ പറഞ്ഞ സ്കൂൾ ഫീസ് ഇറങ്ങുന്നത്? നാളെ അടക്കണം. ടീച്ചറാ എന്താ പറഞ്ഞത്? ആര് പറഞ്ഞു? എന്താ പറഞ്ഞത്? ചേച്ചിക്ക് ഓക്കെ നോക്കട്ടെ. അത് ഞാൻ പുറത്തുള്ള കണക്ക്
എന്താ നീ നിന്ന് കിടുങ്ങുന്നത്? എൻ്റെ സ്കൂളിൽ പോകത്തെ, എൻ്റെ സ്കൂളിൽ പോകത്തെ. അച്ഛനെ എന്ത് ചെയ്യും? ആരാ പറഞ്ഞു? എന്താ പറഞ്ഞത്? നീ അമ്മനോട് പറഞ്ഞത്? അതെന്താ പറയുന്നത്? അമ്മനോട് എന്താ പറയുന്നത്? നാളെ എന്നാ പറയുന്നത്? എന്നാ പറയുന്നത്? ആദ്യം പറയണ്ടേ? ഞാനത് തലയിട്ടത് ആദ്യം പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് ടേക്കല്ല, നിൽക്കുന്നില്ല, റിഹേഴ്സലാണ്. ഒന്നുകൂടി നോക്കി, ടേക്കിലേക്ക് പോകുന്നില്ല, റിഹേഴ്സലാണ്. പറ. ആദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും നീന്റെ സ്കൂളിൽ പോകത്തെ? അതുകൊണ്ട് ആര് പറഞ്ഞു? നീ അമ്മയോട് പറഞ്ഞു? പറഞ്ഞില്ല. തെറ്റിക്കൊണ്ടിട്ടോ ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എന്താ കിന്നുന്നത് പറ. തെറ്റിട്ട് പറയുന്നത് കുറച്ചും കൂടി ഒരു സങ്കടം നോക്കി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എപ്പോഴാണ് ഇന്നലെ പറഞ്ഞു? അപ്പോൾ ഇന്നാ പറയുന്നതിനോട് നീ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാനത് നാളെ ഫീസ് വന്നില്ലെങ്കിൽ നിന്നെന്താ അവിടെ ചെയ്യുക? പുസ്തകങ്ങൾ ഉറപ്പാണ്. കുട്ടികളും കളിയാക്കും. എനിക്ക് സങ്കടം കൊടുക്കാം. അങ്ങനെ സങ്കടം കിട്ടുകയും അങ്ങനെ സങ്കടം. പിന്നെ ഇതിന് പിന്നെ അതുപോലെ തന്നെ എനിക്ക് അച്ഛൻ നല്ലൊരു സമ്മാനം കൊടുത്തു. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യുക? ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സമ്മാനിക്കാം. അപ്പം നീ കാണിച്ചു എനിക്ക് സന്തോഷിച്ചില്ല. അപ്പം തന്നെ ഞാൻ പറഞ്ഞ ഞാൻ സമ്മാനം കൊണ്ടാണ്. അപ്പം നീ എന്ത് ചെയ്യുക? ദേഷ്യം പിടിക്കുന്നത് നല്ല ദേഷ്യപ്പെടും. ഞാൻ നോക്കുന്നത് നല്ല ദേഷ്യപ്പെടും. തുണി വരുമ്പോഴാണ് നീ ചെയ്ത് കറക്റ്റാണ്. നല്ല ദേഷ്യപ്പെടും. ഇനി ഒരു അടയ്ക്കുവാണ് നിന്നോ പറയണോ? ഇപ്പല്ലോ ചെയ്യും പറ്റും. പറഞ്ഞോ അല്ല പറയണോ? പോരാ കുറച്ച് സ്ട്രോങ്. നിങ്ങളങ്ങോട്ട് മാറി, നിങ്ങളങ്ങോട്ട് മാറി. നിങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നം. വിഷമിച്ചോ വിഷമിച്ചോ? ഇപ്പം മൂട് വന്നിട്ടുണ്ട്. പറഞ്ഞോ നടന്നോ? എവിടെയായിരുന്നു നീ ഇത്ര കാലം നേരം? ഡിപ്പാർട്ട്മെന്റ് മുഴുവനും കോപ്പടിപ്പിച്ച് നടക്കുമെന്ന് വിചാരിച്ചോടി. എവിടെയായിരുന്നു നീ? നിന്റെ കടിച്ചു ഉണ്ടല്ലോ കഴിവരുടെ മോള. എവിടെയായിരുന്നു നീ? ഞാൻ ഒരു ദാരിദ്ര്യം കൊണ്ട് ചെയ്തു പോയത്. ഇനി അങ്ങനെ സംഭവിക്കും. മറ്റേ ഫോൺ ആ ദേഷ്യത്തിൻ്റെ അടുക്ക് പോകണം. കുഴപ്പമില്ല, അത് കട്ടായി. അത് നീ എന്നോട് സംസാരിച്ചു അടുത്ത് നീനാക്കുമ്പോഴേക്കും ഫോൺ വരുന്നു മേലെ. അത് ട്രാവലിംഗ് ആണ്. ഇനി എങ്ങനെ കളിക്കടി? അടിച്ചിനെ ശരിപ്പെടുത്തും ഞാൻ ഇവിടുന്ന്. ഹലോ ബിസി, കോൾ ബാക്ക്. ഓക്കെ, എന്താണ് പറയുന്നത്? പറയൂ. ആ ഹലോ സർ. സർ ഞാനിവിടെ ഒരു പ്രതിനെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുന്നത്. ആ പറയൂ സർ, പറയൂ. ആ
Yes, yes. Yes, sir. Okay. Okay, I will come. Okay. എന്താ പാർട്ടി പറഞ്ഞത് ക്ലാസ്സിനെ പെൻസിൽ വെച്ചാൽ പെൻസിൽ വന്നില്ല എൻ്റെ പെൻസിൽ എടുത്ത് എപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് ചോദിച്ചിട്ട് ഇതിൻ്റെ കൊമ്പത്തെ വർത്താൻ മോളെ എന്താ വെച്ചത് അപ്പോൾ മോളെ എന്താ വെച്ചാൽ ആദ്യം ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നുണ്ട് മുഖം ഉണ്ടാവും വന്നുകൊണ്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് കാലത്ത് എന്താ മോളെ വെച്ചത് അശ്വിനി എന്നെ അടിച്ചു. ഞാനൊന്ന് പെൻസിൽ ചോദിച്ചപ്പോ അടിച്ചതാ. ഞാൻ ഒരെണ്ണം കൊടുത്തു. നിങ്ങളൊന്നും കൊടുത്തു പിന്നെ അവള് ക്ലാസ്സിലെ ടീച്ചറോട് പറഞ്ഞാലും ക്ലാസ്സിൽ ടീച്ചർ പുറത്താക്കില്ല. പിന്നെ ആ കുട്ടിയോട് വേറെ പുറത്തോടാൻ പറ്റില്ല. അമ്മ ഒരു കാര്യം നല്ലൊരു സമ്മാനം നല്ലൊരു സമ്മാനം കേട്ടാ. ഈ സമ്മാനം അവിടെ കുട്ടിയോടെല്ലാം വീട്ടിൽ പറയാം. ആ സമ്മാനം കിട്ടുമ്പോണ്ടാകുന്ന കുഴപ്പമില്ല. അതേപോലെ തന്നെ എനിക്കറിഞ്ഞു എന്താണ് ഇത് കടന്നു പോകുന്നത്, എന്താണ് കടന്നു പോകുന്നത്, രാവിലെ മുതലേ തുടങ്ങിയത് കടന്നു പോകാൻ പറ്റും. എന്താണ് കാര്യം എന്താണെന്ന് പറയാം. എന്താണുള്ള കാര്യം? നിന്റെ ക്ലാസ്സിൽ നിന്ന് വർക്ക് പിടിച്ചാവുന്ന വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് പറയാം. രാവിലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ എൻ്റെ മൊബൈൽ ശ്രദ്ധിക്കും. എൻ്റെ ഒരു കാര്യം പറയാം കാര്യം എന്നെ അടിച്ചു. ഞാനൊന്ന് പെൻസിൽ ചോദിച്ചപ്പോ എന്നെ അടിച്ചതാ. ഞാൻ ഒരെണ്ണം കൊടുത്തു. ഇങ്ങനെ പോയാൽ ഒന്നും ശരിയാവില്ല. ഇയാളുടെ രീതിയിൽ വലിയ പ്രയാസം കിട്ടാം. എനിക്ക് വേറെ കെട്ടാൻ ഭയങ്കര എല്ലാവർക്കും നീ വീടുന്ന പണി അത് ചെയ്തിട്ടില്ലെങ്കിൽ നീ വീട്ടിൽ എല്ലാം ഒന്നും പുറത്താവും. അപ്പം അതെല്ലാം ആലോചിച്ചിട്ട് വേണ്ടും പോലെ ചെയ്തിട്ട് ചെയ്തോളാം. എല്ലാം ഒന്നിലായി ഓൻ്റെ കേട്ടിട്ടും കാര്യമില്ല. ഓനൊക്കെ ഉപ്പ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പത്തിന് ചായ ഞാൻ പറഞ്ഞു ഇപ്പോൾ 10 ചായ 10 ചായ സാരിയോ കാര്യോ ഒന്നും ആയാലും മാറ്റി എന്തിനാണ് ഇപ്പം എന്തൊരു കൊണ്ടാണ് വേറെ എവിടെയെങ്കിലും നോക്കിക്കൂടെ? വേറെ എവിടെയും നോക്കിയിട്ട് കാര്യമില്ല. ഒരു കാലത്ത് കഴിച്ചിട്ട് ഞാൻ പറയും 10 ചായ ഞാൻ കുടിക്കും. ഞാൻ ചായ വന്നു ഇപ്പോൾ ചൂടിൽ ഞാൻ ഇനി ആ ബലാല് വന്നാൽ ഞാൻ ബലാല് വന്നിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോകും. ഇനി ആ ഇപ്പം ഞാൻ നോക്കി കണ്ട് ചെയ്യണം. എല്ലാം പുറത്താവും. നടന്നോ വേണ്ട അതെ എന്തിനാ വന്ന്? ഞാനിവിടെ ജോലി ചെയ്തിട്ട് വന്നാ ഇൻസ്പെക്ടറെ. ഞാനൊരു പോലീസാണ്. ഞാൻ ഒരു പോലീസുകാരനാണ്. പോലീസും പട്ടാളം ഞാൻ വന്ന കാര്യം എന്താന്ന് പറ. അല്ല ഞാനിവിടെ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു വിനീതനായിട്ട് പറയും. അല്ല ഞാനിപ്പോൾ ആട്ടോളം ഓക്കെ ഞാൻ ഒന്ന് വിളിച്ചു. എന്തിനാണ്? ഞാനൊരു പോലീസുകാരനാണ്. പോലീസും പട്ടാളം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. വന്ന കാര്യം എന്താന്ന് പറ. അതല്ല ഞാനിപ്പോൾ ഇവിടെ താമസത്തിന് വന്നതാണ്. ഇവിടെ താമസിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലല്ലോ. അല്ല ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഇങ്ങനെ വാടക കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അത് തങ്ങളോട് ചോദിച്ചാൽ അറിയാമെന്ന്. അതിനൊരു കാര്യം ചെയ്യും. അവിടെ ഭാരതി വിലാസം എടുത്തുള്ള ഒരു രാമൻ മാഷുണ്ട്. അയാളെ പോയി കാണും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രാത്രി വെള്ളടിയും കുളിമലൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫാമിലി ആയിട്ട് ഒന്ന് താമസിക്കുന്നു. അനാഥാലയം എന്ന് വെച്ചാൽ കുറേ എണ്ണം രാവിലെ മുതൽ വരും. എന്താ വന്നത്? എത്തിങ്കാരന് പെരുമാറുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടില്ല. കുറേ ആൾക്ക് രാവിലെ മുതൽ ഇതന്നെ സംഭാവന കൊടുക്കലിന് വേറെ വഴിയൊന്നുമില്ല.
ഒരു മനുഷ്യത്തില്ലാത്ത രീതിയിൽ പെരുമാറില്ല. പിള്ളേരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഇത് ഏത് കമ്മിറ്റി, പള്ളി കമ്മിറ്റിയാണ് ഇത്? നമ്മളിവിടെ അടുത്തില്ല പള്ളി കമ്മിറ്റി തന്നെ. നമുക്കത് പിന്നെ കാണിച്ചു തന്നെ. ഈ അനാഥാലയം എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വന്ന് തിരിഞ്ഞു നിർത്താൻ തരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇപ്പോൾ അനാഥാലയത്തിലേക്ക് എന്നാൽ ഇപ്പം നമ്മുടെ സമുദായത്തിലേക്ക് തന്നെയല്ലേ ഇത് പിരിവ്. ഈ പിരിക്കുന്ന പൈസ എല്ലാം പള്ളിയിലേക്ക് എത്തുന്നത് ഉറപ്പുണ്ടോ? അത് ഉറപ്പുണ്ടല്ലോ. അതിൽ നമ്മൾ പിന്നെ വൗച്ചറും അങ്ങനെ കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ പള്ളി പിരിവിൽ അനാഥാലയത്തിൽ നിങ്ങൾ ഈ സംഭവം നിങ്ങൾക്ക് എത്ര കിട്ടും? നമുക്കങ്ങനെ നമ്മളിത് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമയം നമ്മളാ 10 പൈസ തരില്ല, അങ്ങനെ ഒരു നയാ പൈസ തരില്ല, എല്ലാം തട്ടിപ്പാണ്. അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നല്ലേ. ഇപ്പോൾ കുട്ടികളെല്ലാം വളർത്തണമെങ്കിൽ പാവങ്ങളെല്ലാം എന്തായാലും പൈസ തിരിച്ചാലാണ്, പിന്നെ വേറെ വരാനും വഴിയില്ലല്ലോ. എന്താ നീ രാവിലെ മുതൽ കിണിക്കുന്ന എന്താ നിന്റെ ഉദ്ദേശം? സൈക്കിള് ഒന്നും പഴയതാദ്യം മാറ്റണ്ടില്ലേ? സൈക്കിളൊന്നും മാറ്റി നീ ഉണ്ടാക്കാൻ നീ ഓടിക്കോ? ഈ റോഡിൽ പോകുമ്പോൾ ബസ്സിലും കാറിനും തട്ടിപ്പോയി കാര്യം ഉത്തരം പറയും. സമയത്ത് പറ. നിങ്ങൾ അങ്ങനെയാണ് റെഡിമെയ്ഡായിട്ട് പറയല്ല. ഭാര്യ കൗസ് എന്ന് പറയുന്നത് ഈ പാട്ട് പാടുന്നവർ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് പറ. എന്താ ചന്ദ്ര കാണുന്നു? എൻ്റെ ഭാര്യ കൗസ് ആശുപത്രിയിലാണുള്ളത്. പൈസ കുറച്ച് ഫീൽ ചെയ്യണം. നിങ്ങളിത് ബൈഹാർട്ടാക്കിയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ പറ. എൻ്റെ യന്ത്ര നിർത്തിയിട്ട് എൻ്റെ യന്ത്രമെന്ന് വെച്ചിട്ട് നിർത്തണം. നിർത്തിയിട്ട് കുറേ സമയം എടുത്തിട്ട് കുറച്ച് വിഷമത്തോടെ നിർത്തി പറ. ഇത് നിങ്ങൾ പാട്ട് പാടുന്നവർ പറയല്ല. നിങ്ങളുടെ ഭാര്യ ഹോസ്പിറ്റലേ ഉള്ളേ. ഇത് നിങ്ങൾ പറയുന്ന ആർക്കോ വേണ്ടി പറയുന്നവരേ ഉള്ളൂ. എൻ്റെ ഭാര്യ കൗസു ആസ്പത്രി കുറച്ച് ഫീൽ ചെയ്തിട്ട് കിട്ടണം അവിടുന്ന് കിട്ടിക്കണം പൈസ. അതെ കിട്ടിക്കണം. പിന്നെ അല്ലാതെ ഇത് പോകല്ലച്ചാ പോകല്ലേ ഇരിക്കണം. കുറച്ച് കാശ് വേണം, ഒരു ഓപ്പറേഷൻ ഉണ്ടാകും, എൻ്റെ കയ്യിലുള്ള പൈസയിലൊക്കെ ആവുന്നു. അതുകൊണ്ട് കുറച്ച് കാശ് വേണം. പോരാ. എൻ്റെ ഭാര്യ കൗസ് ആശുപത്രിയിലാണ്. കുറച്ച് പണം വേണം, ഓപ്പറേഷൻ വേണം. 10 പൈസയില്ല. നീ ആരോട് വെച്ചിട്ട് എൻ്റെ കീശിൽ നിന്ന് പൈസ എടുത്തേ? അല്ല, നിങ്ങൾ ചോദിച്ചാൽ തരില്ല. പിന്നെ ഞാൻ എന്താക്കേണ്ടത്? ചോദിക്കുമ്പോൾ പൈസ തരാൻ വേണ്ടി തട്ടിക്ക് വെച്ചിട്ടുണ്ട് പൈസ. അല്ല, എനിക്ക് ഭാര്യയും 2 മക്കളില്ലേ. അതെന്താ എനിക്ക് അറിയാത്ത കാര്യമാണോ? അവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ ഞാൻ അവിടെ നിന്ന് പണിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നീ കക്കലാ? ഉപ്പാൻ്റെ മുതലാരും കക്കലുണ്ടാ. ഈ നിന്ന് പൈസ എടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം പറയാനുണ്ട. എന്താ ചന്ദ്ര കുറേ ആയിക്കോട്ട് കണ്ടിട്ട് എന്താ വന്നത്? എൻ്റെ ഭാര്യ കൗസു ഓപ്പറേഷൻ ആയിട്ട്. ഞാനെന്താ വേണ്ട? നിന്റെ ഭാര്യ കൗസു ആസ്പത്രിയിൽ ഞാനെന്താ വേണ്ടേ? കുറച്ച് പൈസ വേണമായിരുന്നു. പൈസക്ക് ആവശ്യമുണ്ടാ മതി. 5 എടുത്തിട്ടല്ലോ ഇവിടെ. ഇവിടെ പാർട്ടിക്ക് വെച്ചിട്ടുണ്ടോ പൈസ? അങ്ങനെ പറയലപ്പോ ഞാൻ കുറെ കാലം നിങ്ങളൊക്കെ ഉണ്ടായത്. അതിന് കണക്കായിട്ട് പൈസ തന്നിട്ടില്ല. അങ്ങനെ പറയലായിരിക്കാം. കുറച്ച് പൈസ ആശുപത്രി ഞാൻ അങ്ങനെ തീർത്തോളാം. ഇവിടെ 10 പൈസയില്ല. 10 പൈസ തരാക്കില്ല. അങ്ങനെ പറയലായിരിക്കാം. നിങ്ങളല്ലാണ്ട് പറയാണ് ഞാൻ പോലെ കുറച്ച് ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് തീർത്തോളാം. ഒരു കാര്യം ചെയ്യേ, പിന്നെ മാഷപ്പറ്റൊന്നും കാണും. കൂടെ നീ വന്നിട്ട് ഇങ്ങനെ ഇമാര് കച്ചിൽ പിടിച്ചിലാക്കിയാൽ ഞാൻ അങ്ങനെ വരലുണ്ട് ആജിക്ക. ഒരു ആവശ്യത്തിനല്ല ഓരോരുത്തർ വിചാരിക്കുന്ന അങ്ങനെ നിങ്ങളുടെ പട്ടിയിലായിട്ട് അട്ടി എനിക്ക് പൈസ വെച്ചെന്നാ വിചാരോ? ഇനി മേലാലും നീ ഈ ആവശ്യം കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇത് അവസാനം. നീ ആ മാഷം പോയി കണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോ. മൂത്ത ഒരാള് പറയും ഇങ്ങനെ നമ്മളൊരു ആവശ്യം എന്താണെന്ന് തന്നു, വേറെ കേൾക്കൂല. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയണം. സംഭാഷണം പറയുന്നുണ്ട്. നിങ്ങളതായ രീതിയിൽ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു അത് നോക്കാൻ പഠിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്കായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അനാഥയായാണ്, ഗുണമുള്ള കാര്യമാണ്, പിന്നെ പാവങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നിങ്ങൾ ലെക്ചർ അടിക്കണം. അപ്പം ഞാൻ അതിന് എതിർത്തിട്ട് സംസാരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഇപ്പം ചെയ്യുന്നത്. പ്രശ്നം അതൊന്നും രാവിലെ വിളിച്ചോട്ട് ചെയ്യുന്നടാ. ഓക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരാളോട് ചെയ്തോ? നമസ്കാരമല്ലേ, നമ്മളീ മറ്റേ ഇതാണ് പള്ളി കമ്മിറ്റിന്റെ
അസമയത്ത് കൈ തോന്നുന്നു. നമ്മള് ഒരു അനാഥാലയത്തിന്റെ പേര് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും തരണം. കുറച്ച് കുട്ടികളെല്ലാം ഉണ്ട് നമ്മളെ അനാഥാലയത്തില്. ഇവർക്ക് പിരിവ് കുറച്ച് വേണം, ഭക്ഷണമൊക്കെ കൊടുക്കണം. ഇതെല്ലാം പിരിവെല്ലാം നടത്തിയിട്ട് നിങ്ങൾക്ക് പിന്നെ തിന്നാൻ വേണ്ടിട്ടുള്ളല്ലേ? ഇതിൽ കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലേ? അങ്ങനെ പറയണേ, നമ്മൾ അങ്ങനെ ഒന്നും ആക്കൂല. നീ നിന്റെ വിചാരം എന്താ? നിങ്ങളുടെ അട്ടിക്ക് പൈസ വെച്ചിരുന്നാ എന്താ നീ എല്ലാം വിചാരിക്കുന്നത്? നമ്മളെങ്ങനൊന്നും പറയല്ല, നമ്മളെങ്ങനെയെങ്കിലും ഇതെല്ലാം കാണിക്കുന്ന പൈസ തന്നെയാണ്. അല്ല വെറുതെ ഇങ്ങനെ രാവിലെ മുതൽ റെസീറ്റ് കൊണ്ടു നടന്നു. എന്താ എന്റെ വിചാരം? നിങ്ങൾ എല്ലാരും പിരിവാർ ഇങ്ങനെയാണ് പിരിതോന്നെ. നമ്മൾ അങ്ങനത്തെ ഒന്നും കൂട്ടരല്ല. നമ്മൾ ഈ പുള്ളന്മാരെ നല്ലപോലെ നോക്കുന്ന ആൾക്കാരെന്ന് നിങ്ങൾക്കറിയില്ലോ? പള്ളി കമ്മിറ്റിക്കാരെ നിങ്ങൾ അനാഥാലയത്തിലെ ആൾക്കാരെ അറിയൂലേ? അമ്പലത്തിലെ കമ്മിറ്റിക്കാരെ അറിയൂലേ? അപ്പഴെ പോലെ എങ്ങനെ ബോധ്യപ്പെടാന്ന്? നീ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിട്ട് കുറെ തട്ടിപ്പാർത്തിയായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. നമ്മളിപ്പോ എന്താ ചെയ്യാൻ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരുപാട് പൈസ ഇല്ലേ? നിങ്ങളൊരു കള്ള പൈസ ഇല്ലേ? ഈ ഒരുപാട് പൈസ മുഴുവൻ നിനക്ക് തരാൻ പറ്റില്ല. നീ കൂടുതൽ വർത്താനാക്കണ്ട വിട്ടോ. 10 പൈസ തരൂല, 10 പൈസ തരൂല. കുടിച്ച് പുറത്താക്കണമല്ല നീ പോന്ന. അല്ല മൊയ്ലാളി, മൊയ്ലാളി അങ്ങനെ പറയില്ലെന്ന്. നീ ഇവരെ കൂട്ടിപ്പെട്ടതാ? അതെ, നീ ഇവരെ കൂട്ടി തരപ്പെട്ടതാ? പറഞ്ഞ കേട്ടിട്ടില്ലേ? മോൻ പറയുന്ന കാര്യം തന്നെയല്ലേ നീ പറയുന്നത്? അല്ലെ നമ്മള് ഓനാകുമ്പോ കുറച്ച് എടുത്തിട്ടോ കൊണ്ട് ഞമ്മക്കാകുമ്പോ കുറച്ച് എന്താണ് കാര്യം? നീ എന്താണ് സമാധാനമായിട്ട് പറ. അത് നമ്മള് അനാഥാലയത്തിൽ എത്ര ആള് വന്നിട്ട് ഇറങ്ങുന്ന ഒരു ദിവസം? അത് സാറേ നമ്മളങ്ങനെ കണ്ട ഇത് തട്ടിപ്പല്ല, തട്ടിപ്പ് നടത്തുന്നല്ലേ സാറേ? തട്ടിപ്പ് നടത്തുന്നില്ല നീ പറയുന്നത്, എനിക്ക് ബോധ്യപ്പെടണ്ടേ? അല്ല നമുക്ക് നമ്മളറിയുന്നല്ലേ, മോനടിക്ക് നമ്മളെ കൃത്യമായിട്ട് അറിയുന്നല്ലേ? അറിയുന്നുണ്ടല്ലോ പറയുന്നത്. എനിക്ക് 10 പൈസ തരില്ല. അല്ല മലയാളി, ഞാനൊരു 10 സംഭാവന കൊടുക്കാത്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അല്ല മലയാളി, നമ്മൾ എന്ത് ധൈര്യത്തിലൂടെ വന്നേ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മലയാളി. നിന്റെ കുട്ടികളോ? നിന്റെ കുട്ടികളെ നമ്മളെ കുട്ടികളാണ് അനാഥാലയത്തില്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല. മെഞ്ഞാൽ പത്രത്തിലുണ്ടായിരുന്നില്ല. നമ്മളെ അനാഥാലയത്തിൽ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മലയാളിക്ക് വേണമെങ്കിൽ നമ്മുടെ അനാഥാലയത്തിലോട്ടൊന്ന് വന്നിട്ട് പിള്ളേരെ കണ്ടിട്ട് കൊണ്ടുവരാം. ആക്ഷൻ. ശരി. ഓക്കെ, കേട്ടാ? റെഡി, സ്റ്റാർട്ട്. റെഡി അല്ലേ? ആക്ഷൻ. നീ വീണ്ടും കാത്തിക്കുകയാണ്. ആകെ ടെൻഷനോട്ടാണ്. സമയം നോക്കി. കൃഷ്ണകുമാർ എൻട്രി. എനിക്ക് തിരക്കായി പോകണ്ടല്ലേ? എൻ്റെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാതെ? എത്ര എന്നോട് ഒരു ഇഷ്ടമില്ല, അല്ലെ ഇങ്ങനെ ചെയ്യാം. അത് വൈഡ്, കുറച്ച് വൈഡ് എടുത്തത്. ക്ലോസപ്പ് കയറാം. ക്ലോസപ്പ് കൊടുക്കാം. എന്ത് വേറെ മാറ്റി ഓരോ ഡയലോഗ് മാത്രം അങ്ങനെ. അത് ബാക്കിൽ അവരോടൊന്നും വേണം. അവർ പ്രശ്നം അങ്ങോട്ട് നോക്കിയാ മതിയല്ലേ? റെഡി, സ്റ്റാർട്ട്. ആക്ഷൻ. ഓക്കെ. കൃഷ്ണകുമാർ. ഇല്ലില്ല, ഇപ്പോൾ കാണുന്നില്ല. ടൈറ്റാണ്, ഇരുന്നാലേ കാണും. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു.
പറഞ്ഞ സമയത്ത് വരണ്ടേ? എത്ര സമയം ഞാൻ ഇവിടെ കാത്തിരുന്നു? എത്ര സമയം ഇവിടെ കാത്തിരിക്കുന്നു? ഞാൻ എന്നിട്ടല്ലേ ഓടി വന്നത്. വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. എന്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. അതെ എനിക്കറിയാം, എന്നോട് ഒരു സ്നേഹമില്ല. ആ എനിക്കറിയാം, എന്നോട് ഒരു സ്നേഹമില്ല. ഒരു സ്നേഹമില്ല എന്നല്ലേ? ആ എന്റെ സ്നേഹം ഞാൻ കാണിച്ചു തരട്ടെ. പ്ലീസ് ബിലീവ് മീ. ഓക്കെ എടാ അമിതേ, ഈ എൻ്റെ മേശയിൽ കിടന്ന പൈസ എടുത്താ? ഞാൻ എടുത്തു നോക്കാം. ബദ്രയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. ഇപ്പം ഞാൻ എടുത്തിരുന്നു. ബദ്രയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വിളി കളിക്കും. അമിതേ എന്തോ എവിടെയാടാ ഈ? ഇപ്പൊ ഞാനിവിടെ ഉണ്ട്. നീ ആ വെയിറ്റ് കിടന്ന പൈസ എടുത്തിനാ? ഇപ്പൊ ഞാൻ എടുത്തിരുന്നു. നമ്മുടെ ബദ്രയെ നീ ഹോസ്പിറ്റലിൽ ആരോണ്ട് ചോദിച്ചാണ്ടാ പൈസ എടുത്തേ? ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോ സ്റ്റാർട്ട്. സോറിടാ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. എന്നോടൊന്നും പറയണ്ട. അവരെന്നെ ഒരു പട്ടിയെ പോലെ തല്ലിച്ചയച്ചപ്പോ നിനക്കെങ്കിലും ഒന്ന് മുന്നോട്ട് വരായിരുന്നു. എടാ ഞാൻ ഒരു അക്ഷരം ശബ്ദിക്കായിരുന്നു. എനിക്കൊരുത്തരും കാണണ്ട. പോ, എനിക്ക് എന്നെ കാണണ്ട. എനിക്ക് എടാ ഞാൻ പറയുന്നേ. ഒന്നും പറയണ്ട. എനിക്കാരും ഇല്ലടാ. ഞാൻ ഇന്നും ഒറ്റക്കാ. പക്ഷെ വിടില്ല ഞാൻ. ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ പോ, എന്നെ തൊടണ്ട. പോടാ പട്ടികളെ. ആക്ഷൻ. ഇവിടെ പോയി ഇത് കഴിഞ്ഞ് എന്തോരം പരിപാടി ഉണ്ട്. കുറച്ച് ഇരുന്നിട്ടും വർക്ക് കൊടുക്കാം. എന്തായാലും ഫോണിലെടുത്ത് നോക്കാം. നിന്റെ എൻട്രി വരുന്ന കാണുന്നുണ്ട്. ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു. സോറി, ക്ലാസ് കഴിഞ്ഞു. സോറി. എന്തൊക്കെ പരിപാടി നിന്ന് പോയതാണ്. എനിക്ക് എന്തൊക്കെ ഇതിൽ ചെയ്യാനോ എന്തൊക്കെ ഇതിൽ പോകാനുള്ളത്. ഓക്കെ ആക്ഷൻ. ആകെ പരവേശിച്ച് വരുന്നില്ല ടൈം. ഫോണെടുത്ത് നോക്കാം, ഫോണെടുത്ത് വിളിക്കാം. സബ്സ്ക്രൈബർ കോളിംഗ്. ആ വന്നിരുന്നോ? വരുന്നത് കണ്ടു. ഞാൻ എത്ര സമയം കാത്തു നിൽക്കുന്നു. പിണങ്ങല്ലോ. ഒരു സോറി തന്നെ വരട്ടത് പറയും. പിണങ്ങല്ല പ്ലീസ്. 12 മണിക്ക് മുതലേ കാത്തിരിക്കാൻ. 12 മണി മുതൽ ഞാൻ കാത്തിരിക്കും. എന്നാ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വരുന്നില്ല. എന്നാലും ആരും കാണാതെ മെസ്സേജിൽ അയച്ചു തുടങ്ങിയ കാര്യം എന്നൊന്ന് മനസ്സിലാക്കൂടാ പ്ലീസ്. ഓക്കെ 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 റോളിംഗ്. ഇവിടെടാ. എന്താടാ നീ വലിയ പഠിപ്പിച്ചാണോ? എന്താടാ എൻ്റെ പേര്? ജിൻസൺ. എന്താടാ എനിക്ക് ഫുൾ നെയിം പറഞ്ഞില്ല. ജിൻസൺ. നീ എന്താ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കോളേജിൽ വരും? ഷർട്ടൊന്നുമില്ല. ഒന്നും. നീ മോഡലായിരിക്കുമല്ലോ, ഭയങ്കര മോഡേൺ ആയിരിക്കും. മോഡേൺ. ഏത് ഡിപ്പാർട്ട്മെൻറ്റാടാ നീ? ഏതാ? എനിക്കെന്താ ശബ്ദമില്ലേ? ശബ്ദത്തിൽ പറയടാ. സിവില്. ഈ കോളേജ് ഗ്രൗണ്ട് ചുറ്റും എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. അറിയില്ലേ? പറഞ്ഞുതരട്ടെ. 4 കിലോമീറ്റർ ഉണ്ട്.
ഈ ചുറ്റിന് ഓടി വരുമോ നീ? ഓടി വരില്ലേ? ഓടി വരുമോ? ഓടി വരുമോ? ഓടി വരില്ലടാ നീ? ഓടി വരാൻ എനിക്കെന്താ പ്രാന്താ? എനിക്ക് വെറുതെ ചുറ്റിനോടാൻ പ്രാന്തുണ്ടോ? നീ ഓടില്ലടാ? ഓടുക? എന്താ എനിക്ക് ഇതിന് ചുറ്റിനോടി എന്താ കിട്ടാ? ഞാൻ പറഞ്ഞ എന്തും ചെയ്യോ? ഞാൻ പറഞ്ഞ എന്തും ചെയ്യോ? ഒരു പായിടിച്ച് ഹൈവേ കിടക്കുവോ? കിടക്കില്ലേ? കിടക്കില്ലേ? നീ കിടക്കില്ലടാ? റണ്ണിങ് പറ. ഇടിയുന്നുണ്ട്. ഇതെൻ്റെ കൈ, ഇതെൻ്റെ കൈ. ആ പാവത്തിനെ ഉപ്പ കണ്ണിച്ചോരിലെ പോലെ കണ്ണിച്ചോരില്ലാത്ത പോലെയാണ് കൊണ്ടുവച്ചത്. ഞാൻ കുഞ്ഞപ്പം മുതലേ ഉപ്പാൻ്റെ കാറും ബസ്സും ഓടിച്ച് പാവത്തിനെ ഉപ്പ കണ്ണിച്ചോരില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കുഞ്ഞപ്പം മുതലേ അയാളെ കാണുന്നുണ്ട്. ഉപ്പാൻ്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചോണ അയാൾ. മരിക്കുമ്പോൾ കൊണ്ടുപോകണം കാറും ബസ്സും ക്വാർട്ടേഴ്സും. ചാക്കിക്കേട്ട് കൊണ്ടോട്ടെ. മരിക്കുമ്പോൾ കൊണ്ടുപോകണം ഈ കാറും ബസ്സും ക്വാർട്ടേഴ്സെല്ലാം ചാക്കിക്കേട്ടി കൊണ്ടോട്ടെ. ഒന്ന് പറയാം. ഉപ്പാൻ്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചോണ അയാൾ. അത് കഴിഞ്ഞിട്ട് അപ്പാട് പറഞ്ഞപ്പോൾ ഉപ്പാൻ്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചോണ അയാൾ. മരിക്കുമ്പോൾ കൊണ്ടുപോകണം കാറും ബസ്സും ക്വാർട്ടേഴ്സും. ചാക്കിക്കേട്ടി കൊണ്ടോട്ടെ. ആ കൗണ്ടിങ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സമയത്ത് റോളിങ്. അതിന് റെഡി, ടേക്ക് ആക്ഷൻ. അവിടെ ഞങ്ങൾ മടുത്തു. അനാഥാലയത്തിൽ നിന്നാതിന് ആക്ഷൻ. ഉപ്പൂപ്പ ഞങ്ങളെയും ഈ അനാഥാലയത്തിലേക്ക് കൂട്ടുന്നു. അവിടെ ഞങ്ങൾ മടുത്തു. ആക്ഷൻ. ഉപ്പൂപ്പ റഹീമും ഷാഹിദും ഒക്കെ പറയുന്നു ഉപ്പൂപ്പാന്റെ കൂടെ നിന്നാ മതിയെന്ന്. ഓക്കെ ആക്ഷൻ. വെള്ളം തരും, കുറച്ചുകൂടി വേണം. ചോരയുടെ ഉളുമ്പ് നാട്ടം അമ്മയുടെ പെങ്ങളുടെ മകളുടെ 7 കടലിലെ ജലവും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും മതിയാവില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധീകരിക്കാൻ. സ്വന്തം മകൾക്ക് പോലും നിന്ന് അച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഈ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരാവോട്ട് പോകുന്നു. പ്രസിദ്ധമായ രാമായണ കഥയിൽ വയലാറിന്റെ രാവണപുത്രിയെ ഞാൻ ചേർക്കുന്നുണ്ട്. ജ്യേഷ്ഠ കണ്ണീര് മനനിറച്ച് കണ്ടോളൂ. മുലയുമറ്റ് കുരുതിക്കളം പോലെ നിന്റെ മുൻപിലിതാ രാവണ, നിന്റെ അനുജത്തി ശൂർപ്പണക. ഒന്നുമില്ലേ രാവണ നിന്റെ കയ്യിൽ? പൊന്നു പെങ്ങളുടെ ചോരയ്ക്ക് മറുപടി പറയാം ശൂർപ്പണകയുടെ. നിന്റെ ചോരത്തിലപ്പുള്ള ചോദ്യങ്ങൾ ഊണിലും ഉറക്കത്തിലും എന്നെ വേട്ടയാടുന്നു. സാരഥി രഥമൊരുക്കി നിർത്തൂ. മഹാരഥനായ മേഘനാഥനെ പുറകിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ അച്ഛൻ ഈ രാവണൻ പട നയിക്കും. അച്ഛൻ രാവണൻ ആരുടെയൊക്കെ അച്ഛൻ? ഇന്ദ്രജിത്തൻ്റെ, അധികാരൻ്റെ, അക്ഷയകുമാരൻ്റെ. മതിയോ? ഒരു പേര് കൂടി ബാക്കിയുണ്ട്. ദേവർഷി നാരദരല്ലേ ആ പറഞ്ഞത്? ആക്ഷൻ. വയ്യ, മതിയായി ഇവിടെ. ഒന്നുകിൽ ഞങ്ങൾ ഇവിടെ നാട്ടിൽ പോകണം, ഇല്ലെങ്കിൽ ഇയാളെ നാട് കടത്തണം. മനുഷ്യൻ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഒന്നുകിൽ ഇയാൾ ചാവണം, ഇല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ പറ്റണം. നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഉപ്പാനെ നമുക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുമോ? എന്താ പറ്റില്ല? ഇങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ ലോകത്ത്? കാണാൻ പറ്റിയ ഒരു മനുഷ്യനെ പോലെ? എടാ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഉപ്പയല്ലേ അത്. എന്ത് ചെയ്യാൻ ഉപ്പയ്ക്ക്? അതിൽ ക്ഷമിക്കുന്നതിന് അതിലില്ലേ? ഞാൻ പറഞ്ഞില്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഈ ബലാല് പിടിച്ച് വർത്താനം പറയണ്ടേ? പോയി ഉള്ളിൽ പോയി. ആക്ഷൻ. വയ്യ ഇവിടെ, മതിയായി. ഒന്നുകിൽ ഇവിടെ വിട്ട് ആക്ഷൻ. വയ്യ, മതിയായി ഇവിടെ. ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ ഇയാളെ ഇവിടുന്ന് നാട് കടത്തണം. ക്ഷമിക്കുന്നൊരു പരിധി.
മനുഷ്യൻ ക്ഷമിക്കുന്ന ഒരു പരിധിയില്ല. ഇയാൾ ചാവുന്നില്ല, നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്റെ ഉപ്പല്ലേ എന്താ ഈ പറയണേ? എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഉപ്പയുണ്ട് ലോകത്ത്? എടാ ഒന്നുമില്ലെങ്കിൽ എന്റെ ഉപ്പല്ലേ. ഒരുപാട് ക്ഷമിക്കുന്നതിന് നമുക്കൊരു അതിലില്ലേ? എടാ എന്തൊക്കെയാ ഹിമാലയ നീ ഉപ്പേനെ പറയുന്നേ? ഉപ്പനെ പറയേണ്ട ഒരു അവസ്ഥ വന്നു പോയി, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ? എന്തവസ്ഥ ആയാലും എന്റെ ഉപ്പല്ലേ അത്? ഇയാളിപ്പം നമുക്ക് തച്ചു കൊല്ലാൻ പറ്റില്ലല്ലോ. ആക്ഷൻ. അല്ല, നിങ്ങൾ അനാഥാലയത്തിനെ കുറിച്ച് ഒരുപാട് പരാതി കേൾക്കുന്നുണ്ടല്ലോ. എന്ത് പരാതിയാണ്? അല്ല, നിങ്ങൾ സംഭാവന ഒരുപാട് പിരിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രയോജനം ഒന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, പിന്നെന്തിനാ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത്? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ അന്വേഷിച്ച് നോക്ക്. അല്ല, ഞങ്ങൾ അന്വേഷിച്ചു, അപ്പോ നമുക്കറിയാൻ കഴിഞ്ഞു. സ്വന്തമായിട്ട് നടത്തി വെക്ക്, അപ്പൊ അറിയും ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഇത്. അതല്ലല്ലോ കാര്യം, നിങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട്. ഞങ്ങളിന്ന് ഒരു തെറ്റുമില്ല, ഇവിടെ എല്ലാ എവിഡൻസും ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു തെറ്റും ഒരു കാര്യങ്ങളും ഇല്ല, എല്ലാം കൃത്യതയായിട്ട് ഞങ്ങൾ ചെയ്യും. പക്ഷെ സംഭാവനയൊക്കെ ഒരുപാട് പിരിക്കുന്നുണ്ട്, അതിനുള്ള പ്രയോജനം ഇവിടുത്തെ ആൾക്ക് ലഭിക്കുന്നില്ല. ചെലവുകൾ ഇവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾ അത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇവിടെ എത്ര സംഭാവന വരുന്നുണ്ട്, എത്ര ചെലവ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നു? ഞങ്ങളുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും. ആക്ഷൻ. ക്യാമറക്ക് ലുക്ക് കൊടുത്തിട്ട് നടന്നു. ഓക്കെ, റോളിംഗ്. എന്താ മാർക്കറ്റിൽ പോകാൻ വേണ്ടി കാർ എടുക്കുകയാണ്. എന്തിനാ ഈ ഇപ്പൊ മാർക്കറ്റിലേക്ക് പോണേ? സാധനം വാങ്ങിച്ചു വരാൻ പറഞ്ഞു. എന്ത് സാധനം? ലിസ്റ്റ് തന്നിട്ടുണ്ട്. സാധനം മേടിച്ചു തരാൻ പറഞ്ഞു. അതിൽ പെട്രോൾ അടിക്കാൻ ഒക്കെ ഇടുന്ന കാശ് ഉമ്മ തന്നെ കാശ് തന്നു. ഉമ്മ കാശ് എന്നാ? നീ ബസാറിൽ കാറും കൊണ്ട് ചുറ്റിക്കിറങ്ങുന്നത് പറയുന്നുണ്ട് എന്നോട് കമ്മീതെല്ലാം. വെറുതെ വലിച്ചു പാട്ടും വെച്ചിട്ട് അതിലേ പോകുന്നുണ്ടോ നീ? എന്താ മാർക്കറ്റിൽ ഈ എന്തിനാ ഇപ്പൊ മാർക്കറ്റിൽ പോണേ? എന്ത് സാധനം? അതിന് ചാവി കൊടുക്കാൻ പറഞ്ഞ അനക്കൊന്ന് നടന്നു പോയാൽ എന്താണ് ഇത്? അത്രയിലുള്ള അനക്കിപ്പോ കാര നീ ബസാറിൽ മുഴുവൻ ചുറ്റിക്കിറങ്ങുന്ന പറയുന്നുണ്ടല്ലോ. ശിമാർ അമീതെല്ലാം അബ്ദുലെല്ലാം പറയുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടെന്നാ എന്നോട് പറയുന്നു. ജീവ, ഞാൻ മരിക്കുവോളൂ നീ എൻ്റെ കൂടെ ഉണ്ടാവും. ക്യാമറ കൊടുക്കും. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല പഠിച്ചു. റോളിംഗ്. ജീവ, ഞാൻ മരിക്കോളും നീ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു. നമ്മൾ ഇത്രയൊക്കെ അടുത്ത് നിൽക്കുന്ന മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല ജീവ, വീട്ടുകാരൊക്കെ ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് ഞാൻ മരിക്കോളം നീ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു. ഇത്രയൊക്കെ അടുത്തിട്ട് നിൽക്കുന്ന മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല ജീവ, വീട്ടുകാരൊക്കെ ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് വീട്ടുകാരി സമുദായം ഇതൊക്കെ എതിർക്കുന്ന അറിഞ്ഞുകൊണ്ട് തുടങ്ങിയത് തന്നെയല്ലേ? എത്രയായാലും എൻ്റെ ജീവനെ വിട്ട് ഒരു ജീവിതം എനിക്കില്ല. ഞാൻ അത്രത്തോളം ജീവൻ്റെ അടുത്ത് കഴിഞ്ഞു. എന്നെ വിട്ടൊരു ജീവിതം, എന്നെ മറന്നൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റില്ല. ആക്ഷൻ. നല്ല പുഞ്ചിരി എൻ്റെ ലുക്ക് ഉണ്ട്. ഇങ്ങോട്ട് വന്നു. ഞാൻ സിനിമയിൽ വിളിച്ചു എന്നെ കിട്ടിയ പാട്ട് കേൾക്കണം. ഓക്കെ, നീ ക്യാമറയിലല്ല? ഓക്കെ. ഞാനൊരു നേരം അതിനപ്പുറം വരണ്ടേ? Two, three, four.
എക്സ്പ്രഷൻ ഇല്ലാത്ത പോലെയാണ് പറഞ്ഞത്. ഞാൻ കുഞ്ഞപ്പം മുതലായിട്ടാണ് ഉപ്പാൻ്റെ കാറും ബസ്സും മോടിച്ച് സഹായിച്ചതാണ്. ആ പാവത്തിനെ ഉപ്പ കണ്ണിച്ചോരയില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു ആ പാവത്തിനെ ഉപ്പ് കണ്ണിച്ചോരില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ആ പാവത്തിനൊപ്പം കണ്ണ് ചോരയില്ലാത്ത പോലെയാണ് ഞാൻ എൻ്റെ കുഞ്ഞപ്പം മുതൽ ഇയാളെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞപ്പം പോലെ ഉപ്പാന്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചാണ്. ഉപ്പാന്റെ കാറും ബസ്സും ജീപ്പല്ലോട്ട് ഇപ്പൊ വയസ്സായപ്പോ വയസ്സായിട്ടാകുമ്പോ ആക്ഷൻ. ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോരില്ലാത്ത പറഞ്ഞു. ആ പാവത്തിനൊപ്പം കണ്ണ് ചോരയില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ഞാൻ കുഞ്ഞപ്പം മുതൽ ഇയാളെ കാണുന്നു. ഉപ്പാന്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചാണ്. ഉപ്പാന്റെ കാറും ബസ്സും എല്ലാം ഓടി ഇപ്പൊ വയസ്സായപ്പോ വയസ്സായിട്ടാകുമ്പോ ആക്ഷൻ. ജമാലെ ഈ മേശ കിടക്കുന്ന പൈസ എടുത്തിനാ? ആ ഞാൻ എടുത്തിരുപ്പാ. ജലീലെ ഈ മേശ കഴിഞ്ഞ പൈസ എടുത്തിനാ? ആ ഉപ്പ അത് ഞാൻ എടുത്തിരുപ്പാ. നമ്മളെ ബദരീനെ ഒന്ന് ആശുപത്രി കൊണ്ടാനിപ്പാ, അതിനെടുത്താന്നിപ്പാ. എന്നാ എനക്കൊന്ന് പറഞ്ഞിട്ട് എടുത്തുവിടാടാ. അത് അതിപ്പാ വേറെ ആവശ്യത്തിന് പൈസ ഇല്ലാനോ? ഇപ്പൊ ഓൻ ആശുപത്രിയിൽ അത്ര സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഇപ്പൊ എനക്ക് ഒന്നും ചെയ്യാണ്ടായിരിക്കും. പെട്ടെന്ന് വിളിച്ചിട്ടാകുമ്പോ നിങ്ങളെ നോക്കി കണ്ടിട്ടില്ല. പോയ മുമ്പ് പോയാലേ. ഹലോ നമസ്കാരം, എന്താണ് പേരെന്ന്? എത്ര കാലമായി നിങ്ങളുടെ അനാഥാലയം വന്നിട്ട്? അനാഥാലയത്തിൽ വന്നിട്ട് 2 വർഷമായി. 2 മാസം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം തരാം എന്ന് എപ്പോഴും പറഞ്ഞിട്ട് ഇത്തിരി ഭക്ഷണം ഈ കുമ്പിളിൽ കൊണ്ടുതരും. എങ്ങനെയാണ് ഭക്ഷണം? നല്ല വൃത്തിയും വെടിപ്പുള്ള ഭക്ഷണമാണോ അവർ ഉണ്ടാക്കി തരുന്നത്? ഒന്നുമില്ല, ആരൊക്കെയോ ദാനം ചെയ്യുന്നുണ്ട് അരിയും മറ്റു പച്ചക്കറികളും. പക്ഷെ നമുക്കത് തരുന്നില്ല. അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ അവര് ബിസിനസ് ചെയ്യുകയാണല്ലേ? അവര് ബിസിനസ് ചെയ്യുന്നു. എല്ലായിടത്തും പൈസ ഒക്കെ പിരിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല, പീഡനം മാത്രം. എങ്ങനെയാണ് ഇവിടെ വാർഡന്മാരെ പീഡിപ്പിക്കുക മറ്റോ ചെയ്യുന്നുണ്ടോ ശാരീരികമായിട്ട്? എന്തെങ്കിലും പ്രതികരിച്ചാൽ മർദ്ദിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല? പരാതി പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. ആണോ? ആര് വാർഡൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്? അതുകൊണ്ട് ആരോടും പരാതി പറയാറില്ല. ആണല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? നിങ്ങൾ വീട്ടിൽ ആരൊക്കെ? വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. ആൾക്കാരൊക്കെ സ്വത്തിന്റെ മുകളിൽ എല്ലാവരും തമ്മിൽ കലഹം കൂടിയപ്പോൾ ഞാൻ ഈ മന്ദിരത്തിലെത്തി. ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാരുമുണ്ട്. സ്വത്തിന്റെ കനകത്തിന്റെ മുകളിൽ എന്നെ എപ്പോഴും പീഡിപ്പിക്കുന്നു. അതെ. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രതികരിച്ചൂടെ? നിങ്ങൾ ഒരു നല്ലൊരു പുരുഷനല്ലേ, നല്ലൊരു യുവാവ്. പ്രതികരിക്കാൻ പറ്റും, എങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി കയ്യിലില്ല. ആക്ഷൻ. ആക്ഷൻ. എന്താണ് നോക്കുന്നേ? നീ എന്തൊക്കെ പുറമ്പുന്നുണ്ടായിപ്പോ അയാളോട്? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത് സൗകര്യം ഇവിടെ ഇല്ലാത്തത്? എന്നെ നിങ്ങൾ ഇവിടുന്ന് ക്രൂരിപ്പിക്കുകയാണ്. എന്റെ ജീവിതം കളയാൻ വേണ്ടി. നിനക്ക് മൂക്കുമുട്ട തിന്നാൻ തരുന്നില്ലേ? എനിക്കൊന്നും തരുന്നില്ല. ഈ പിച്ചട്ടിയിൽ എന്തെങ്കിലും നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ ദൈവം മുകളിലുണ്ട്. ആ ദൈവം ഇതാ പാവം അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോരില്ലാതെ പറഞ്ഞു. ഞാൻ കുഞ്ഞപ്പം ഇയാളെ കാണും. ഉപ്പാന്റെ കാറും ബസ് ഓടിച്ച് തയമ്പിച്ചാണ്. ഇപ്പൊ വയസ്സായി. ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോരില്ലാത്ത പോലെയാണ് പറഞ്ഞത്. ഞാൻ കുഞ്ഞപ്പം മുതൽ കാണുന്നുണ്ട്. ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോരില്ലാത്താണ് പറഞ്ഞത്. ഉപ്പാന്റെ കാറും ബസ്സും ഓടിച്ച് തയമ്പിച്ചാണ്. ഇപ്പൊ
ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോറിലെ പോലെ ആ പാവത്തിന് ഉപ്പ കണ്ണിച്ചോറിയിലാണ് പറഞ്ഞത്. ഞാൻ കുഞ്ഞപ്പം മുന്നപ്പം മുതൽ അയാളെ ഉപ്പാന്റെ കാറും കാറും ബസ്സും